ആഗ്രഹിക്കുന്നത് ഒരു വലിയ വചനം പറയാനായിട്ടല്ല, ശരിക്കും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം. ആ കാര്യം ഒന്ന് ഓർമ്മപ്പെടുത്താനാണെന്ന് പരിശുദ്ധാത്മാവ് ആവശ്യപ്പെടുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, വളരെ നിസ്സാരമായിട്ടൊരു കാര്യമാണ്. എങ്കിലും പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു നമ്മളത് പലപ്പോഴും ബോധപൂർവം മറന്നു പോകുന്നു, അതിനെ ഒന്ന് ഓർമ്മപ്പെടുത്തുക എന്ന് മാത്രമാണ് ഇന്ന് പരിശുദ്ധാത്മാവ് പറയുന്ന ഒരു കാര്യം. അതായത് നമുക്കറിയാം, മനുഷ്യരാശിക്കെതിരെ പ്രയോഗിക്കപ്പെട്ടിട്ടുള്ള ഏറ്റവും വലിയ ആയുധം ഏതാണെന്നറിയാമോ? അത് ശരിക്കും മനുഷ്യനിർമ്മിതമായ ഒരു ആയുധമല്ല. മനുഷ്യരാശിക്കെതിരെ പ്രയോഗിക്കപ്പെട്ടതിൽ ഏറ്റവും ശക്തമായ ഒരു ആയുധം എന്ന് പറയുന്നത് അത് പിശാചിന്റെ ആയുധമാണ്. അത് പർദീസയിൽ വെച്ച് അവൻ പറഞ്ഞ നുണ, പിശാചിന്റെ നുണയാണ് മനുഷ്യരാശിക്കെതിരെ, അല്ലെങ്കിൽ പിശാചിന്റെ തന്ത്രങ്ങളാണ് മനുഷ്യരാശിക്കെതിരെ പ്രയോഗിക്കപ്പെട്ടിട്ടുള്ള ആയുധങ്ങളിൽ ഏറ്റവും വലിയ ആയുധം. ഇന്നും അതിന്റെ പരിണത ഫലങ്ങളാണ്. കർത്താവിൻ ഭൂമിയിൽ നമുക്ക് വേണ്ടി കുരിശിൽ തറയ്ക്കപ്പെട്ടത് ആണ് നമ്മളെ അതിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് അതിൽ അവൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ആയുധമാണ് നുണ എന്ന് പറയുന്നത്. കാരണം അവൻ വചനം പറയുന്ന ഇപ്രകാരമാണ്, അവൻ നുണയനും നുണയുടെ പിതാവുമാണ് എന്നാണ് പറയുന്നത്. അപ്പൊ പിശാചിന്റെ നുണ അവൻ നമ്മളിലേക്ക് തരുന്നത് എപ്രകാരമാണ്? നമുക്കിതെല്ലാം അറിയാവുന്ന ഒരു കാര്യമാണെങ്കിലും നമുക്കിതൊക്കെ എല്ലാവർക്കും ഒന്നുകൂടി ഒന്ന് ചിന്തിക്കാനും, നമ്മുടെ അനുദിന ജീവിതത്തിൽ നമുക്ക് എവിടെയെങ്കിലും പാളിപ്പോയിട്ടുണ്ടെങ്കിൽ ആ മേഖലകളൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇതിങ്ങനെ പറയുന്നത്. അല്ലാണ്ട് ആര് ചിന്തിക്കരുത്, ഇത് ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണല്ലോ എന്ന് ചിന്തിക്കരുത്. കാരണം അത് ആഗ്രഹിക്കുന്ന പരിശുദ്ധാത്മാവ് എന്നുള്ളത് കൊണ്ട് മാത്രം പറയുകയാണ്. അപ്പൊ പിശാച് ഈ നുണ കുത്തിവെക്കുന്നത് ശരിക്കും നമ്മുടെ ബുദ്ധിയിലേക്കാണ്. ഈ ബുദ്ധിയിലേക്ക് നുണ വരുമ്പോൾ അങ്ങനെ വരുന്ന ഒരു അവസ്ഥയ്ക്ക് വചനം പറയുന്നത്, ബുദ്ധിയിൽ അന്ധകാരം വ്യാപിച്ച് ദൈവവചനത്തിന്റെ മഹത്വം അവർക്ക് ദൃശ്യമാകുന്നില്ല. ഇപ്രകാരമാണ് വചനം പറയുന്നത്. അപ്പൊ ബുദ്ധിയിൽ അന്ധകാരം വ്യാപിച്ച് ദൈവവചനത്തിന്റെ മഹത്വം അവർക്ക് ദൃശ്യമാകുന്നില്ല. ഈ പിശാചിന്റെ നുണ സ്വീകരിച്ചു കഴിയുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യമാണത്. അപ്പൊ എന്താ പറയുക, ദൈവവചനം എന്ന് പറഞ്ഞ ക്രിസ്തുവാണ്. ക്രിസ്തു എന്ന പ്രകാശമാണ്. കർത്താവ് അതാണ് പറയുന്നത്, ഞാൻ പ്രകാശമാണ്, എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ വസിക്കുകയില്ല. അപ്പൊ നമ്മുടെ പല പ്രശ്നങ്ങൾക്കും ഉത്തരം കിട്ടാതെ വരുന്നതിന്റെ ഒരു കാരണം പിശാചിന്റെ പല നുണകളും നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഒക്കെ നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട്. അത് പലപ്പോഴും നമ്മൾ അറിഞ്ഞിട്ടില്ല. ചിലത് ശരിയാണ് എന്ന് കരുതി പോലും നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട്. അതാണ് അത്രയും മനോഹരമായ രീതിയിലാണ് പിശാച് ഇതൊക്കെ പ്രസന്റ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ പ്രസന്റ് ചെയ്ത് നമ്മൾ ആ നുണ സ്വീകരിക്കുമ്പോൾ അതിന്റെ പരിണത ഫലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന്റെ പല പ്രശ്നങ്ങൾക്കും നമുക്ക് ഉത്തരം കിട്ടാതെ വരും. ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പൊ നമ്മൾ പാട്ടൊക്കെ പാടുമല്ലേ, പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പാട്ട് പാടും. അത് സത്യമാണ് പ്രിയപ്പെട്ടവരെ. അതായത് കർത്താവ് ഒരു പരീക്ഷ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അതിന് വഴികൾ കർത്താവ് തുറന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ഉദാഹരണം പറഞ്ഞ ഒരു റൂമിലേക്ക് നമ്മളെ കയറ്റുകയാണ്. ഈ റൂമിന് 10 വാതിലുണ്ടെന്ന് വെക്കുക. ഈ 10 വാതിലുള്ള റൂമിന്റെ അകത്തേക്ക് നമ്മളെ കയറ്റി നിർത്തിയിട്ട് ഈ മുറിയുടെ ലൈറ്റ് അങ്ങ് ഓഫ് ചെയ്തിടുകയാണ്. ലൈറ്റ് ഓഫ് ചെയ്തിട്ട് എന്ത് സംഭവിക്കും? നമുക്കിതൊന്നും കാണാനായിട്ട് സാധിക്കുകയില്ല. 10 വാതിലുകൾ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാനായിട്ട് ഈ മുറിക്കുണ്ട് എങ്കിൽ പോലും നമ്മുടെ കണ്ണുകൾക്ക് അന്ധകാരമായതുകൊണ്ട് ഈ 10 വാതിലുകൾ തുറക്കാനായിട്ട് നമുക്ക് സാധിക്കില്ല. അത് കണ്ടെത്താൻ നമുക്ക് സാധിക്കാതെ വരുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? സാധാരണ ഇപ്പൊ നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് നമ്മൾ വഴിമുട്ടി നിൽക്കുന്നു, പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാതെ വരുമ്പോൾ നമ്മൾ ഏതെങ്കിലും അച്ഛനെ വിളിക്കും, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന ഏതെങ്കിലും ബ്രദറിനെ വിളിച്ചു പറയും, ഒന്ന് പ്രാർത്ഥിക്കണം. അപ്പൊ സ്വാഭാവികമായിട്ടും അവരെന്താ ചെയ്യുക? അവർ നമുക്കൊരു വഴി കാണിച്ചു തരും. കർത്താവ് ഇതാണ് ആഗ്രഹിക്കുന്നത്. അവർക്ക് എങ്ങനെയാ വഴി കാണാൻ സാധിക്കുന്നത്? അവരിലുള്ള വചനം പ്രകാശമാണ്. വചനം ക്രിസ്തുവാണ്. ക്രിസ്തു പ്രകാശമാണ്. എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ വസിക്കുകയില്ല എന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. ഈ 10 വാതിലുള്ള മുറിയിൽ ആ ഒരു വെട്ടം, ആ ഒരു ബൾബ് തെളിയിച്ചാൽ നമുക്ക് പുറത്തേക്ക് പോകാനുള്ള 10 വാതിലുകൾ അവിടെ റെഡിയാണ്. ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, അബ്രഹാമിന്റെ ദാസിയായിരുന്ന ഹാഗാർ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ഹാഗാറിലൂടെ അബ്രഹാമിന് ഒരു കുഞ്ഞുണ്ടായി. അത് സാറയാണ് ഹാഗാറിനെ അബ്രഹാമിന് കൊടുക്കുന്നത്. അങ്ങനെ ഒരു കുഞ്ഞുണ്ടാവും. ഈ കുഞ്ഞുണ്ടായതിനു ശേഷം ഹാഗാറിന്റെ മനോഭാവം ഒത്തിരി വ്യത്യാസപ്പെടുന്നു. തന്റെ യജമാനത്തിയായ സാറായോടുള്ള സമീപനത്തിൽ ഒത്തിരി മാറ്റങ്ങൾ സംഭവിക്കുന്നു. ഇതിന്റെ കാരണം അവളുടെ ബുദ്ധിയിൽ പിശാച് കൊടുത്തിരിക്കുന്ന ഒരു നുണയാണ്. നീ മോശക്കാരിയല്ല, നിനക്കാണ് കുഞ്ഞുള്ളത്, അവൾക്ക് കുഞ്ഞില്ല. അപ്പൊ അവൾ അതിന്റെ യാഥാർത്ഥ്യം മറന്നു പോകുന്നു. സാറ എന്റെ യജമാനത്തിയാണെന്ന്, എനിക്ക് ഈ സൗഭാഗ്യം കിട്ടാൻ കാരണക്കാരി സാറയാണെന്നുള്ള യാഥാർത്ഥ്യം അവൾ മറന്നു പോവുകയാണ്. അതിന്റെ പരിണത ഫലമായിട്ട് എന്ത് സംഭവിക്കും? ഹാഗാർ ആ വീട്ടിൽ നിന്ന് പുറത്താവുകയാണ്. അവൾ കുഞ്ഞിനെയും കൊണ്ട് മരുഭൂമിയിലേക്ക് പോകുന്നു. അവസാനം ഭക്ഷണം എല്ലാം തീർന്നു കഴിയുമ്പോൾ ഈ കുഞ്ഞിനെ ഒരു സ്ഥലത്ത് കിടത്തിയിട്ട് അവൾ മാറിയിരുന്ന് കരയാണ്. കുഞ്ഞു മരിക്കുന്നത് കാണാൻ എനിക്ക് അതിനുള്ള കഴിവില്ല എന്ന് പറഞ്ഞിട്ട് അവൾ മാറിയിരുന്ന് കരയാണ്. അപ്പോ കുഞ്ഞിന്റെ കരച്ചിൽ കേട്ട് ദൈവദൂതൻ വന്നു കഴിഞ്ഞപ്പോ ബൈബിൾ ഭാഗം ഇപ്രകാരം നമ്മളെ പഠിപ്പിക്കുന്ന ഇപ്രകാരമാണ്. ആ ദൂതൻ അവിടെ ഒരു കിണർ കാണിച്ചു കൊടുക്കുകയാണ്.
ആ കിണർ സൃഷ്ടിച്ചു എന്നല്ല അവിടെ പറയുന്നത്, കിണർ കാണിച്ചു കൊടുത്തു എന്നാണ് പറയുന്നത്. അപ്പൊ ഈ ഹാഗാർ, ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടാണ് ദൈവദൂതൻ കാണിച്ചു കൊടുത്ത ആ ഒരു കിണർ കാണാനായിട്ട് ഹാഗാറിന് സാധിക്കാതെ പോയത്? അതവിടെ ഉണ്ടായിരുന്ന ഒരു കിണറായിരുന്നു. ഇതാണ് അതിന്റെ ഒരു കാരണം. ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞു കഴിയുമ്പോൾ വചനത്തിന്റെ പ്രകാശം കാണാനായിട്ട് നമുക്ക് പലപ്പോഴും സാധിക്കില്ല. അപ്പൊ ഇത്തരത്തില് പിശാചിന്റെ നുണകൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ബുദ്ധിയിൽ കയറി കഴിയുമ്പോൾ വചനത്തിന്റെ വെളിച്ചം, നമുക്ക് രക്ഷയിലേക്കുള്ള വഴി നമ്മുടെ മുമ്പിൽ പലപ്പോഴും അടയ്ക്കപ്പെടും. അതുകൊണ്ടാണ് നമുക്ക് അപ്രകാരമായിട്ട് സാധിക്കാതെ വരുന്നത്. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, പിശാച്, നമുക്കറിയാം, എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, പിശാച് എന്തിനാണ് ഇപ്രകാരം മനുഷ്യനെ ഉപദ്രവിക്കുന്നത്, മനുഷ്യനോട് ഇപ്രകാരം നുണ പറയുന്നത് എന്തിനാണെന്നൊക്കെ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. എങ്കിലും ഞാൻ ഒന്നുകൂടി പറയാം, ഇത് ചെയ്യാൻ വേണ്ടി, അതിലേക്കൊന്ന് കണക്ട് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് ഞാൻ പറയുകയാണ്. അതായത് അധികാരം, ഭൂമിയിൽ അധികാരം ദൈവം തന്നിരുന്നത് മനുഷ്യനാണ് ശരിക്കും. ഇപ്പോ ഉൽപ്പത്തി പുസ്തകമൊക്കെ എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും, ദൈവം മനുഷ്യനോട് കൊടുക്കുന്ന വാഗ്ദാനമാണ്, നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി വർദ്ധിച്ചു പെരുകുവീൻ, ഭൂമിയിൽ നിറഞ്ഞ് അതിനെ കീഴടക്കുവീൻ, ഇങ്ങനെയൊക്കെയാണ് വാഗ്ദാനങ്ങൾ. അപ്പൊ ഭൂമിയുടെ മേലൊക്കെ അധികാരം ദൈവം കൊടുത്തിരുന്നത് മനുഷ്യനാണ്. പക്ഷെ അത് പുതിയ നിയമത്തിലേക്ക് കർത്താവ് പറയുമ്പോൾ ആ ഒരു അധികാരം അത് കൈമാറ്റം ചെയ്യപ്പെട്ട് പിശാചിലേക്ക് എത്തിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. കാരണം കർത്താവ് ചില സ്ഥലങ്ങളിൽ പറയുന്നുണ്ട്, ഇതാ ലോകത്തിന്റെ അധികാരി വരുന്നു, എങ്കിലും അവനെന്റെ മേൽ അധികാരമില്ല. ഈ ലോകത്തിന്റെ ദേവൻ എന്നൊക്കെ പറയുന്നത് പിശാചിനെയാണ് പറയുന്നത്. അപ്പൊ മനുഷ്യന് കിട്ടിയിരുന്ന അധികാരം എപ്രകാരമാണ് പിശാചിന് പോയത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. കാരണം എങ്കിലാണ് നമ്മൾ ആ ചെയ്യുന്നതിന്റെ വലിപ്പം എത്രയാണ്, നമ്മൾ വെറുതെ ഒരു നുണ പറഞ്ഞു അല്ലെങ്കിൽ നുണ കേട്ടു എന്നുള്ളതിനത്തോളം നിസാരമാക്കി കളയാതെ നമ്മളത് പറയുമ്പോൾ അല്ലെങ്കിൽ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതിനൊരു ബോധ്യം നമുക്ക് ഉണ്ടായാലാണ് നമുക്ക് അതിൽ നിന്നൊരു മോചനം ഉണ്ടാവാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ അത് സംഭവിച്ചത് ഇപ്രകാരമാണ്, പാപം ചെയ്ത് ആ പിശാചിന്റെ നുണ നമ്മളിലേക്ക് കുത്തിവെച്ച്, നമ്മുടെ ബുദ്ധിയിൽ കുത്തിവെച്ചപ്പോൾ ദൈവത്തിന്റെ വചനത്തിന്റെ പ്രകാശം നമുക്ക് ലഭ്യമായില്ല. അപ്പൊ പാപം ചെയ്യുന്നവൻ പാപത്തിനടിമയാണ്. അപ്പൊ പിശാച് നമ്മളെ പാപത്തിലേക്ക് വീഴ്ത്തിയപ്പോൾ നമ്മൾ പാപത്തിനടിമയായി, പിശാചിനടിമയായി. സ്വാഭാവികമായിട്ടും ആ അടിമയുടെ അധികാരങ്ങളാണ് പിശാച് കവർന്നെടുത്തത്. ഈ അധികാരങ്ങള് തിരിച്ചു നമുക്ക് തരാൻ വേണ്ടിയിട്ടാണ് ക്രിസ്തു ഭൂമിയിലേക്ക് വന്നതും കാൽവരിയിൽ ബലിയായി മാറിയത്. ക്രിസ്തു കാൽവരിയിൽ ബലിയായി മാറുന്നത് വരെ അതിനു മുമ്പുള്ള വചനഭാഗങ്ങളിലൊക്കെ ക്രിസ്തു പറഞ്ഞെന്താ, ഈ ലോകത്തിന്റെ അധികാരി. പക്ഷെ അവൻ ഉദ്ധാനം ചെയ്തതിന് ശേഷം ശിഷ്യന്മാരെ കാണുമ്പോൾ വചനഭാഗം ഇപ്രകാരം തന്നെയാണ് പറയുന്നത്, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരങ്ങളും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. കാരണം അത് കൊളോസോസുകാർക്ക് ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്, ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും അവൻ നിരായുധമാക്കി, കുരിശിൽ അവയുടെ മേൽ വിജയം ആഘോഷിച്ചുകൊണ്ട് അവയെ പരസ്യമായി അവഹേളന പാത്രങ്ങളാക്കി. അതായത് മനുഷ്യനെ പിശാച് തന്ത്രപൂർവ്വം ചതിച്ചുകൊണ്ട് നേടിയ അധികാരങ്ങൾ ക്രിസ്തു ബലിയായി തീർന്നുകൊണ്ട് ആ അധികാരങ്ങളെല്ലാം തിരിച്ച് നമുക്ക് നേടിത്തരികയാണ്. എന്നിട്ട് പറയാണ്, എല്ലാ അധികാരങ്ങളും ഇപ്പൊ എനിക്ക് കിട്ടി, കാരണം ഞാൻ ഇതിനെല്ലാം പരിഹാരം ചെയ്ത് അധികാരം തിരിച്ചു. ആ അധികാരം വീണ്ടും ഈശോ മനുഷ്യന് തരികയാണ്. നിങ്ങൾ പോയി, എന്നിട്ട് പറയാണ്, നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ഞാൻ പഠിപ്പിച്ചതെല്ലാം പഠിപ്പിക്കുക, അവരെ ശിഷ്യപ്പെടുത്തുക, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും ജ്ഞാനസ്നാനം നൽകുക. അപ്പൊ ഇതാണ് ശരിക്കും പാപം ചെയ്തപ്പോൾ സംഭവിച്ചതും ഈ പാപത്തിന് പരിഹാരം ക്രിസ്തു ചെയ്തപ്പോൾ സംഭവിച്ചതും നമ്മുടെ ജീവിതത്തിലൊക്കെ ഇതാണ്. അപ്പൊ ഇതിപ്പോഴും നമുക്കൊരു ബോധ്യം വേണം. കാരണം നമ്മൾ എന്തെങ്കിലും ഒരു പാപം ചെയ്യുമ്പോൾ വെറും ഒരു പാപം ചെയ്തു എന്ന് മാത്രമായിട്ട് ചിന്തിക്കരുത്. അതിലൂടെ നഷ്ടപ്പെട്ടു പോകുന്ന വലിപ്പം എത്രയാണ്, അത് എന്താണ് നഷ്ടപ്പെട്ടു പോകുന്നതെന്ന് നമുക്കൊരു ബോധ്യം ഉണ്ടെങ്കിൽ മാത്രമേ പ്രിയപ്പെട്ടവരെ അത് ചെയ്യാതിരിക്കാൻ നമുക്ക് കുറച്ച് ബലം പ്രയോഗിക്കാനായിട്ട് സാധിക്കുള്ളൂ. ചെയ്യാൻ എളുപ്പമാണ്. പലപ്പോഴും പാപം അതൊരു പ്രലോഭനമായിട്ടൊക്കെ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ അതിനോടാണ് താല്പര്യം നമുക്ക് കൂടുതൽ വരിക. ഇതിനെ ചെയ്യാതിരിക്കണമെങ്കിൽ ഒരു ബലം വേണമെങ്കിൽ നമുക്ക് ബോധ്യം വേണം. ഇതാണ് കർത്താവ് പറയുന്നത്, നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും എന്നൊക്കെ കർത്താവ് പറയുന്നത് ഇപ്രകാരമാണ്. പിശാച് ഒത്തിരി രീതിയിൽ പ്രലോഭനങ്ങളായിട്ട് പല രീതിയിലും നമുക്ക് പിശാച് നമ്മുടെ മുമ്പിലേക്ക് ഇത്തരം നുണചിന്തകൾ വെച്ച് തരാറുണ്ട്. ചിലപ്പോൾ പറയും, ഈ ബിസിനസ് ചെയ്താലാണ് നീ രക്ഷപ്പെടുകയുള്ളൂ, ഇങ്ങനെ ആയിരിക്കാം നീ ചെയ്യാൻ പോകുന്നത്, ഈ രീതി, അങ്ങനെ ഒത്തിരി. ഇപ്പൊ അതുപോലെ കുറെ മേഖലകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കറുത്ത പൂച്ച വട്ടം ചാടുക, അങ്ങനെ ഒരു പ്രയോഗം നമ്മുടെ നാട്ടിലുണ്ട്. അതായത് നമ്മൾ എവിടെയെങ്കിലും ഈ യാത്രയ്ക്ക് ഇറങ്ങുമ്പോൾ കറുത്ത പൂച്ച വട്ടം ചാടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കാര്യം മുടങ്ങും, അല്ലെങ്കിൽ എന്തെങ്കിലും അപകടം സംഭവിക്കും. ഇതൊക്കെ ഒരു നാട്ടിലുണ്ടായിരുന്ന ഒരു വിശ്വാസമാണ്. അപ്പൊ ഞാൻ ഇതിനെക്കുറിച്ച് ഒത്തിരി ഇങ്ങനെ ആലോചിച്ചു, ഇങ്ങനെ ചിന്തിച്ചു, എന്തുകൊണ്ടാണ് ആളുകൾ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ഇത് കുറെ നാൾ കഴിയുമ്പോൾ ഇതിനൊന്നും സംഭവിച്ചില്ലെങ്കിൽ സ്വാഭാവികമായിട്ട് നിന്നു പോകേണ്ട ഒരു കാര്യമായിരുന്നല്ലോ. അപ്പൊ എന്തായിരിക്കും ഇതിന് പിന്നിലൊരു കാരണം എന്ന് ആലോചിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം,
ഈ അതായത് ഇതിൽ വിശ്വാസമുള്ള ഒരു വ്യക്തി ദൈവവചനത്തിലേറെ കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ശകുനം നോക്കിയോ അവിചാരം ചെയ്യുകയോ ചെയ്യരുത്, നീ എന്നിൽ വിശ്വസിക്കുക, എന്റെ വചനത്തിൽ വിശ്വസിക്കുക എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന കർത്താവിന്റെ വചനത്തിൽ വിശ്വസിക്കുക. അതിനുപരിയായിട്ട് കറുത്ത പൂച്ച വട്ടം ചാടിയാൽ അപകടമുണ്ടാകും എന്ന വിശ്വാസം അവന്റെ ബുദ്ധിയിൽ നിറഞ്ഞിരിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഇപ്പോ ഞാനാണ് ആ വ്യക്തിയെങ്കിൽ ഞാൻ യാത്രയ്ക്ക് ഇറങ്ങുമ്പോൾ എന്റെ മധ്യ ഒരു കറുത്ത പൂച്ച വട്ടം ചാടി. സ്വാഭാവികമായിട്ടും ഈ കറുത്ത പൂച്ച വട്ടം ചാടി കഴിയുമ്പോൾ എന്റെ മനസ്സിൽ ഭയമായി. ഈ ഭയത്തിന്റെ ദുരാത്മാവ് എന്റെ മനസ്സിൽ എന്നിൽ പ്രവേശിച്ച് ഭയത്തിന്റെ ദുരാത്മാവ് എന്നെയും എന്റെ സാഹചര്യങ്ങളെയും നിയന്ത്രിക്കാനായിട്ട് സാധിക്കും. അത് കറുത്ത പൂച്ചയല്ല പ്രശ്നം. ഇതിൻ്റെ അകത്ത് കറുത്ത പൂച്ച വട്ടം ചാടി എന്ന പിശാചിന്റെ നുണവചനം ഞാൻ വിശ്വസിച്ചതിലൂടെ എന്നിൽ പ്രവേശിച്ച ഭയത്തിന്റെ ദുരാത്മാവിന് എന്നെയും എന്റെ സാഹചര്യങ്ങളെയും നിയന്ത്രിക്കാൻ സാധിക്കും. അതുപോലെ കൈനോട്ടം. ഉദാഹരണം പറയുന്നത്, ഞാൻ കുറച്ച് നാൾ മുമ്പ്, ഇപ്പോഴൊന്നും അല്ല കേട്ടോ, ഒത്തിരി നാൾ മുമ്പ് ഞാനൊരു ഗൗളിശാസ്ത്രം എന്ന് പറഞ്ഞൊരു പുസ്തകം വായിച്ചു. അപ്പൊ അന്ന് ഞാൻ ശരിക്കും വിശ്വാസത്തിലേക്ക് വന്നൊരു സമയമാണ്. അപ്പൊ ഞാൻ വലിയ ആത്മവിശ്വാസമാണ്, ഇതൊന്നും എനിക്കൊരു പ്രശ്നമുള്ള സാധനമല്ല. കാരണം ഗൗളിശാസ്ത്രം ഇപ്പൊ നമ്മൾ ഈ വിശ്വാസത്തിലേക്കൊക്കെ വരുന്ന സമയത്ത് ഒരു വല്ലാത്ത എടുത്തുചാട്ട രീതിയൊക്കെ ആയിരിക്കും. അതുപോലെ ഭയങ്കര ആത്മധൈര്യമായിരിക്കും. അത് വെറുതെ ഒന്നുമില്ല. പക്ഷെ നമ്മളൊന്നും അല്ലാതൊക്കെ തിരിച്ചറിയുന്ന കുറച്ചുകൂടെ പോന്നു കഴിയുമ്പോഴാണ്. അപ്പൊ ഞാൻ അങ്ങനെ ഒരു ഗൗളിശാസ്ത്രം പുസ്തകം വായിച്ചു. അപ്പൊ ആദ്യം എന്നോടും ഞാൻ വായിക്കണ്ടെന്നൊക്കെ വിചാരിച്ചിരുന്നെങ്കിലും ഞാൻ ചോദിച്ചു, ഞാൻ ഭയങ്കര ശക്തനാണല്ലോ, എനിക്കിത് വായിച്ചാൽ എന്താ കുഴപ്പം, അത് വായിച്ചാൽ ഞാൻ ആ ഒരു സെൻസിൽ എടുക്കാനുള്ള കഴിവ് എനിക്കുണ്ട്, അങ്ങനെയൊക്കെ വിചാരിച്ച് ഞാനത് വായിച്ചു. ഒറ്റ ദിവസം കൊണ്ട് ഞാൻ ആ പുസ്തകം വായിച്ചു തീർത്തു. അപ്പോഴൊന്നും എനിക്ക് തോന്നിയില്ല. അത് കഴിഞ്ഞ് പിന്നീട് ഒരു പിറ്റേ ദിവസമൊക്കെ പുറത്തേക്ക് ഇറങ്ങാൻ നോക്കുമ്പോൾ എൻ്റെ വീട്ടിലെ സമയത്ത് നിറച്ച് പല്ലിയ. ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പല്ലി എവിടെയെന്നൊക്കെ ചിലയ്ക്കും. ഞാൻ പുറത്തേക്ക് ഇറങ്ങാൻ പോകുമ്പോഴല്ല, പല്ലി അല്ലെങ്കിലും ചിലയ്ക്കുന്നുണ്ട്. പക്ഷെ ഞാനിത് ശ്രദ്ധിക്കുന്നത് പുറത്തേക്ക് ഇറങ്ങാൻ നേരത്തെ. അതിന്റെ കാരണം, ഞാൻ ഈ വായിച്ച പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും അങ്ങനെയാണ്. നമ്മളൊരു വഴിക്ക് ഇറങ്ങുമ്പോൾ ഈശാന കോണിൽ നിന്ന് പല്ലി ചലച്ചാൽ ഇങ്ങനെ സംഭവിക്കും, അല്ലെങ്കിൽ വടക്ക് കിഴക്ക് മൂലയിൽ നിന്ന് പല്ലി ചലച്ചാൽ അത് സംഭവിക്കും. പ്രിയപ്പെട്ടവർ, എനിക്ക് ഈശാന കോണും അറിയില്ല, വടക്ക് കിഴക്ക് മൂല അറിയാൻ പാടില്ല. അപ്പൊ ഈ പല്ലി ചലച്ചു, ഭയങ്കര ധൈര്യശാലിയാണെന്ന് വിശ്വസിച്ചിരുന്ന എനിക്ക് പല്ലി ചലച്ചപ്പോഴാണ് മനസ്സിലായത് എന്റെ ധൈര്യം എത്രത്തോളം ഉണ്ടെന്നുള്ളത്. കാരണം എന്റെ നിലതെറ്റിപ്പോയി എന്നുള്ളതാണ്. ശരിക്കും 2-3 ദിവസത്തേക്ക് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ദൈവവചനത്തിലുപരിയായിട്ട്, എന്റെ അഹങ്കാരം കൊണ്ട് തന്നെ സംഭവിച്ച ഒരു കാര്യം, ദൈവവചനത്തിലുപരിയായിട്ട് പിശാചിന്റെ നുണവചനം എനിക്ക് വിശ്വസിക്കേണ്ടി വന്നു. ഞാനത് വിശ്വസിച്ച് എനിക്കെന്ത് സംഭവിച്ചു? എനിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ നിവൃത്തിയില്ല. ഈശാന കോണിൽ നിന്നാണോ അതോ വടക്ക് കിഴക്ക് മൂലയെന്നാണോ, ഇതൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. ഇനി പുറത്തിറങ്ങി എന്തെങ്കിലും സംഭവിക്കും. പ്രിയപ്പെട്ടവരെ, അവസാനം ഒത്തിരി കർത്താവിന്റെ മുമ്പിൽ ഇരുന്ന് വചനം ഏറ്റുപറഞ്ഞാണ് എനിക്ക് ഈ ഒരു ഭയത്തിൽ നിന്ന് മോചനാനായിട്ട് സാധിച്ചത്. അപ്പൊ നമ്മൾ സൂക്ഷിക്കാൻ വേണ്ടി കർത്താവ് പറഞ്ഞു തരുന്നതാണ്, നുണ എന്ന് പറയുന്ന പിശാചിന്റെ നുണ നമ്മൾ പ്രത്യക്ഷത്തിൽ കരുതുന്നത് പോലെ അല്ല. ഇപ്പൊ ഹൗവ പിശാചിന്റെ നുണ വിശ്വസിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് ചിന്തിക്കും, പിശാചു വന്നൊരു നുണ പറഞ്ഞു, ഹൗവ എന്തിനത് വിശ്വസിച്ചേ? പക്ഷെ ആ പിശാച് അത് പ്രസന്റ് ചെയ്യുന്ന രീതി നമുക്ക് ചിന്തിക്കാൻ കഴിയാത്തൊരു രീതിയിലാണ്. അത് പിശാച് ചിലപ്പോൾ നമുക്ക് കൂടുതൽ കോൺഫിഡൻസ് തരും, ഇത് നിനക്കൊരു പ്രശ്നമല്ല എന്നുള്ള. അപ്പൊ നമുക്ക് ഇതിനെക്കുറിച്ചൊന്നും, പിശാചിന്റെ നുണകളെ നമ്മൾ ഒരിക്കലും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. അതിന്റെ പുറതലത്തിൽ നമ്മൾ അതിനെപ്പോഴും, അതാണ് കർത്താവ് പറയുന്ന പോലെ, ജാഗരൂകരായിരിക്കും, നിങ്ങൾ സർപ്പങ്ങളെ പോലെ വിവേകികളായിരിക്കുക എന്നൊക്കെ കർത്താവ് പറയുന്നത് ഇത് ഉദ്ദേശിച്ചിട്ടാണ്. നമ്മളിത് മനസ്സിലാക്കേണ്ട ഇതിനെക്കുറിച്ചൊക്കെ ചില കാര്യങ്ങൾ ഞാനൊന്ന് പങ്കുവെക്കാം. അത് പ്രഭാഷകന്റെ പുസ്തകത്തില് ഇപ്രകാരമാണ്. അതിന്റെ 20-ാം അധ്യായം 24-ാം വാക്യം പറയുന്നത്, നുണ വികൃതമായ കറയാണെന്ന് പറയുന്നുണ്ട്. ഈ കറ പറ്റുന്നത് നുണ പറയുന്നത് മാത്രമല്ല, നുണ കേൾക്കുന്നതും പ്രശ്നമാണ്. കാരണം എന്താ? നുണ കേൾക്കുകയാണ് ഹൗവ ചെയ്തത്. നുണ പറയുന്നത് പാപമാണ്, നമ്മൾ കേട്ടത്. നുണ കേൾക്കുന്നത് അതിലേറെ പാപമാണ്. കാരണം ആദിമാതാവായ ഹൗവ നുണ കേട്ടു, പിശാചിന്റെ നുണ കേട്ടു. ഈ നുണ കേട്ടതിന്റെ പരിണത ഫലമാണ് മനുഷ്യവർഗം പിന്നീട് അനുഭവിച്ചത്. അതിനൊരു ഞാൻ പെട്ടെന്ന് ചിന്ത വന്നപ്പോൾ ഒരു കാര്യം പറയാണ്, എന്തുകൊണ്ടാണ് ഹൗവ ആ ഒരു നുണ കേട്ടത് എന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ച് നോക്കിയിട്ടുണ്ട്. അപ്പൊ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ആ സമയത്ത് ആദം ഹൗവയുടെ കൂടെ ഇല്ലായിരുന്നു. അതിനു മുമ്പ് എന്തുകൊണ്ടാണ് ഹൗവയെ ദൈവം സൃഷ്ടിച്ചത്? മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് ദൈവത്തിന് ബോധ്യപ്പെട്ടപ്പോൾ ചേർന്ന് ഇണയെ നൽകി. അപ്പൊ ദൈവം സ്ത്രീയും പുരുഷനുമായിട്ട് അവരെ സൃഷ്ടിച്ചു. ആ സ്ത്രീയും പുരുഷനുമായിട്ട് സൃഷ്ടിച്ച ഹൗവ ഒറ്റയ്ക്കായപ്പോ വീണ്ടും പിശാചെത്തി. നമ്മുടെയൊക്കെ കുടുംബജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയായിട്ട് എനിക്ക് തോന്നുകയാണ്. പെട്ടെന്ന് കർത്താവ് അങ്ങനെ ഒരു ബോധ്യം തന്നുകൊണ്ട് പറഞ്ഞു, നമ്മുടെ വിഷയമല്ല അത്. എങ്കിലും നമ്മൾ ഒറ്റയ്ക്കായിരിക്കുമ്പോൾ, പ്രത്യേകിച്ചും കുടുംബജീവിതമാകുമ്പോൾ, ചെറിയ സൗന്ദര്യ പിണക്കങ്ങളും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത പല കാര്യങ്ങളും ഇതെല്ലാം ഉണ്ട്. പക്ഷേ എങ്കിലും നമ്മൾ ശ്രദ്ധിക്കണം, പലപ്പോഴും പ്രലോഭകൻ
വളരെ മധുരമായ രീതിയിൽ എത്തുന്നത് ഈ സമയങ്ങളിലൊക്കെ ആയിരിക്കാം. നമ്മുടെ ചിന്തകളിലേക്ക് പല രീതിയിൽ നേരിട്ടായിരിക്കാം, പല വ്യക്തികൾ വഴിയായിരിക്കാം. ഇതൊക്കെ തരുന്ന വാക്കുകളെയും വചനങ്ങളെയും എല്ലാം ഒത്തിരി ചാടിക്കേറി വിശ്വസിക്കരുത്, അതിനനുസരിച്ച് പ്രവർത്തിക്കരുത്. അത് കർത്താവിന്റെ മുമ്പിൽ ഇരുന്ന് നല്ലതുപോലെ ആലോചിച്ച് മാത്രമേ തീരുമാനങ്ങൾ എടുക്കാവൂ. കഴിവതും എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടെങ്കിലും ദമ്പതികൾ ഭാര്യ ഭർത്തൃ ജീവിതത്തിൽ പരസ്പരം പിണങ്ങിയിരിക്കാതെ, വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായില്ലെങ്കിൽ, നമ്മുടെ ചെറിയ മാനുഷികമായ ഇഷ്ടങ്ങൾക്കും അനിഷ്ടങ്ങൾക്കും അതെല്ലാം ഒന്ന് വിട്ടുവീഴ്ച ചെയ്തില്ലെങ്കിൽ അതിലൂടെ പിശാച് നേടിക്കൊണ്ടുപോകുന്നത് നമ്മുടെ ആത്മാവ്, ജീവിത പങ്കാളിയുടെ, നമ്മുടെ കുടുംബം, നമ്മുടെ സമസ്തവും. ഇത് നാളെ ഒരിക്കൽ നമ്മളിത് വീണ്ടെടുക്കണമെങ്കിൽ അതിന് ചെറിയ പണി പോരാണ്ട് വരും. ഞാൻ പെട്ടെന്ന് ഇത് പറഞ്ഞ കൂട്ടത്തിൽ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ഇതാണ്, നുണ വികൃതമായ കറയാണ്. ഈ കറ പറ്റുന്ന എവിടെയാ? നമ്മുടെ ആത്മാവിൽ കറ പറ്റും, നമ്മുടെ വ്യക്തിത്വത്തിൽ കറ പറ്റും. നുണ പറയുന്ന വ്യക്തി, ഈ കറ പറ്റുന്ന ഒരു സാധനം നമ്മൾ എന്തിനെങ്കിലും വിശിഷ്ടമായ ഒരു കാര്യത്തിന് ഉപയോഗിക്കാറുണ്ടോ? ഇപ്പൊ കറ പറ്റിയ ഒരു വസ്ത്രം എവിടെയെങ്കിലും നല്ലൊരു സ്ഥലത്ത് ഒരു കല്യാണത്തിന് പോകാനായിട്ട്, ഒരു വിശുദ്ധ കുർബാനയ്ക്ക് പോകാനായിട്ട്, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യങ്ങൾക്ക് നമ്മൾ കറ പറ്റിയ വസ്ത്രം ഉപയോഗിക്കും. അല്ലെങ്കിൽ ഒരു കറ പറ്റിയ പാത്രം, കറ പിടിച്ച ഒരു പാത്രത്തിൽ നമ്മൾ ഏതെങ്കിലും വിശിഷ്ട വ്യക്തികൾക്ക് ഭക്ഷണം കൊടുക്കും. പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിക്കണം, കറ നുണ വികൃതമായ കറയാണെങ്കിൽ ആ കറ ഉപയോഗിക്കുന്ന വ്യക്തി, കേൾക്കുന്ന വ്യക്തി വിശിഷ്ടമായ ഒരു ശുശ്രൂഷയ്ക്ക് ആ വ്യക്തി ഉപയോഗിക്കപ്പെടില്ല എന്ന് ആദ്യമേ തിരിച്ചറിയണം. അതുപോലെ ആ വ്യക്തിയുടെ കുടുംബ ജീവിതം അതൊരിക്കലും വിശിഷ്ടമായി തീരുകയില്ല. അതിന്റെ കാരണം ഈ കറ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അത് എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരു മേഖലയാണത്. അതുപോലെ ഈ ഒന്ന് രണ്ട് മേഖലകൾ ഞാൻ ഒന്ന് ചൂണ്ടിക്കാണിക്കാം. പിശാച് എനിക്ക് പറ്റിയിട്ടുള്ളൊരു പല തെറ്റുകളാണ്, അതുകൊണ്ടാണ് ഞാൻ ആ മേഖല തന്നെ ചൂണ്ടിക്കാണിക്കാനുള്ളത്. നമുക്കിത് നുണയാണ് എന്ന് മനസ്സിലാകാത്ത രീതിയിലാണ് ഞാൻ പറഞ്ഞു പിശാച് പലപ്പോഴും ഇത് പ്രസന്റ് ചെയ്യുന്നത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, കുറച്ച് നാൾ മുമ്പ് ടി വിയിൽ ഒരു ന്യൂസ് കേട്ടു. ഞാൻ കേട്ട ന്യൂസ് ഇപ്രകാരമാണ്, നമ്മളെല്ലാവരും കേട്ടതാണ്, നമ്മൾ ഒത്തിരി രോഷം കൊള്ളുകയൊക്കെ ചെയ്തൊരു ന്യൂസാണ്. കാരണം ഒരു സ്കൂളിൽ അവിടെ പഠിച്ചുകൊണ്ടിരുന്ന ഒരു ചെറിയ ക്ലാസ്സിൽ, നഴ്സറി സ്കൂൾ ക്ലാസ്സുകളിൽ എന്തുവാന്ന് എനിക്ക് തോന്നുന്നു, ആ കുട്ടിയെ പട്ടിക്കൂട്ടി അവിടുത്തെ ഹെഡ് മിസ്ട്രസും ടീച്ചറും എല്ലാം കൂടി പട്ടിക്കൂട്ടിലിട്ടു ഒരു ദിവസം മുഴുവനായിട്ട്. അങ്ങനെ ഒരു ന്യൂസ് ഉണ്ടായിരുന്നു. അപ്പൊ ഈ ന്യൂസ് കേട്ടപ്പോൾ ഈ പറഞ്ഞതുപോലെ ഞാനും ഒത്തിരി രോഷം കൊണ്ടു. ഇവിടെ ഞങ്ങളുടെ വീടുകളിൽ ഇത് ഭയങ്കര ചർച്ചയായിരുന്നു. അപ്പൊ എല്ലായിടത്തും ഇത് ചർച്ചയായിരുന്ന ഒരു ന്യൂസാണ്. ഇതിനെക്കുറിച്ച് ന്യൂസ് അവറുകൾ ചർച്ച നടത്തി. ഒത്തിരിയേറെ ആ സ്കൂളിനെ വിമർശിച്ചു, ആ വ്യക്തിയെ വിമർശിച്ചു, അവരെ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ഒത്തിരിയേറെ ഉണ്ടായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞു ഈ അടുത്ത കാലത്ത് യാദൃശ്ചികമായിട്ട് ഞാൻ ഒരു ന്യൂസ് പിന്നെയും കണ്ടു. അത് ഈ സ്കൂളിന്റെ ഹെഡ് മിസ്ട്രസിനെ ഇന്നത്തെ അവരുടെ അവസ്ഥയും ആ സ്കൂളിന്റെ അവസ്ഥയും എല്ലാം വെച്ച് ചെയ്തിരിക്കുന്ന ഒരു ഡോക്യുമെന്ററിയാണ്. അതിലിപ്രകാരമാണ്, അതിന് ഇവര് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം ഒരു ഫാബ്രിക്കേറ്റഡ് ന്യൂസ് ആയിരുന്നു. കാരണം ഇന്നത്തെ സ്കൂൾ അവർ പറയുന്നത് വെച്ച് നമുക്കത് വിശ്വസിക്കേണ്ടി വരും. അത് ശരിയാണ്. ഇനിയിപ്പോ ഇവര് പറയുന്നത് ശരിയാണോ എന്ന് എനിക്കറിയില്ല. ഇപ്പൊ ഞാൻ പറയുന്ന ഇതാണ്, ഇവർ പറയുന്നത് ശരിയാണ് എന്നുണ്ടെങ്കിൽ അന്ന് ഞാൻ വിധിച്ചതെല്ലാം എന്തായി തീർന്നു? ഞാൻ പാപിയായി തീർന്നു. അപ്പൊ ഞാൻ പിശാചിന് അവിടെ അടിമയായി തീർന്നു. ഞാൻ ദൈവപുത്ര സ്ഥാനം അവിടെ നഷ്ടപ്പെടുത്തി. അത് ഞാൻ ശരിയാണ് എന്ന് ചിന്തിച്ചത് രോഷം കൊണ്ട ഒരു കാര്യം, ശരിയാണ് എന്ന് ചിന്തിച്ച് ഞാൻ തെറ്റിനെതിരെയാണ് ഞാൻ പ്രതികരിച്ചത്. അങ്ങനെയാണ് ഞാൻ വിചാരിച്ചത്, ഞാൻ പ്രതികരിക്കുന്നത് തെറ്റിനെതിരെയാണെന്ന്. പക്ഷെ അത് കുറെ കാലം കഴിഞ്ഞപ്പോൾ അത് തെറ്റല്ലായിരുന്നു എന്നും അത് എന്റെ മുമ്പിലേക്ക് ശരിയുടെ രൂപത്തിൽ വെച്ചൊരു നുണയായിരുന്നു എന്നും ഞാൻ തിരിച്ചറിയുമ്പോഴും ഒത്തിരി വൈകിപ്പോയി. കാരണം എനിക്കത് തിരുത്താൻ പറ്റാത്ത രീതിയിൽ, അല്ലെങ്കിൽ പരിഹാരം ചെയ്യാൻ കഴിയാത്ത രീതിയിൽ ഞാനൊരു തെറ്റിലേക്ക് വീണുപോയി. അപ്പൊ ഇത്തരത്തിൽ ചില മേഖലകൾ പിശാച് നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവയ്ക്കുന്ന ഒരു കെണിയായിട്ട് മാറും. അപ്പൊ നമ്മൾ ആ ഒരു മേഖലകൾ പലപ്പോഴും ചിന്തിക്കണം. അതുപോലെ പിശാചി നുണയുടെ മേഖല ചിലപ്പോൾ കൊണ്ടുവയ്ക്കുന്നത്, ഞാൻ എൻ്റെ ജീവിതത്തിലെ അനുഭവങ്ങളാണ് പറയുന്നത്. ഒത്തിരി മേഖലകൾ ഉണ്ടെങ്കിലും എൻ്റെ ജീവിതത്തിൽ എനിക്ക് സംഭവിച്ചിട്ടുള്ള ചില പാകപ്പിഴകൾ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് നിങ്ങളുടെ ചിന്തയ്ക്ക് വേണ്ടി തരുന്നതാണ്. ചില വ്യക്തികൾ നമ്മൾ അവരോട് സംസാരിക്കുന്നില്ല. ആ വ്യക്തികൾ, ഞാനിപ്പോൾ ചില സമയത്ത് ഉദാഹരണം പറയുന്നത്, ഒരു കല്യാണത്തിന് പോയി. ഈ കല്യാണത്തിന് ചെന്നപ്പോൾ എന്നും എന്നോട് മിണ്ടിക്കൊണ്ടിരുന്ന ഒരു വ്യക്തി, ഈ വ്യക്തി അന്നത്തെ ദിവസം എന്നെ കണ്ടിട്ട് മിണ്ടുന്നില്ല, അല്ലെങ്കിൽ മാറി നടക്കുന്നു. അങ്ങനെ എനിക്ക് ഫീൽ ചെയ്യാണ്. അപ്പൊ എൻ്റെ മനസ്സിൽ തോന്നുകയാണ്, ഈ വ്യക്തിക്ക് എന്നെക്കുറിച്ച് എന്തോ മോശമായ ചിന്തയുണ്ട്, അല്ലെങ്കിൽ എന്നെക്കുറിച്ച് ഈ വ്യക്തിയോട് ആരോ മോശമായിട്ട് സംസാരിച്ചിട്ടുണ്ട്, ഈ വ്യക്തിയും തിരിച്ച് അങ്ങനെ സംസാരിച്ചിട്ടുണ്ട്. എൻ്റെ മനസ്സിൽ തോന്നുകയാണ്. അങ്ങനെ ഒരു സംഭവമേ ഇല്ല. ആ വ്യക്തി അവരുടെ കുടുംബജീവിതത്തിൽ അന്നുണ്ടായി എന്തോ ഒരു പ്രശ്നത്തിന്റെ കാര്യം ആലോചിച്ച് നടക്കുകയാണ്. അതുപോലെ പലപ്പോഴും നമ്മളിപ്പോ സ്കൂട്ടറിനൊക്കെ പോവുകയാണെങ്കിൽ നമ്മുടെ എതിരെ വരുന്ന വ്യക്തികൾ നമ്മളെ നോക്കിയൊന്ന് ചിരിച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ നമ്മളെ അന്ന് അവർ കണ്ടില്ല, മൈൻഡ് ചെയ്യാതെ പോയി കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് ഓട്ടം ഒരു ചിന്ത വരികയാണ്, അവൻ എന്നോട് എന്തോ വൈരാഗ്യമുണ്ട്, അവൻ
അവനോട് ആരോ എന്നെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത്തരം തെറ്റിദ്ധാരണകളൊക്കെ ശരിക്കും പ്രിയപ്പെട്ടവരെ തരുന്നത് പിശാചാണ്. ഈ ഒരു ഇത് വെച്ചിട്ട് ഞാൻ മിണ്ടാതെ നടന്ന വ്യക്തികളുണ്ട്. അങ്ങനെ ആയിരിക്കും എന്ന് ചിന്തിച്ച് ഞാൻ ഈ കുറെ വ്യക്തികളോട് മിണ്ടാതെ നടന്നൊരു സമയങ്ങളൊക്കെ പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ നമുക്ക് നുണയാണ് പിശാച് തരുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത ചില മേഖലകളാണ്. അതുപോലെ ചില കാര്യങ്ങൾ അത് എത്രത്തോളം ഓപ്പണായിട്ട് പറയാമെന്ന് എനിക്കറിയില്ല, എങ്കിലും അത് അത്യാവശ്യമാണ് എന്നുള്ളത് കൊണ്ട് ഞാൻ പറയുകയാണ്. നമ്മൾ തെറ്റായ ചില പുസ്തകങ്ങൾ, അത് ഒരു പ്രായത്തിൽ തെറ്റായ ചില പുസ്തകങ്ങൾ, തെറ്റായ സിനിമകൾ, ഇതിൻ്റെയൊക്കെ ഒരു പരിണത ഫലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി ഒത്തിരി അതിൻ്റെ പ്രത്യാഘാതം ഒത്തിരി വലുതാണ്. ഇതിപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങളെ ഉദ്ദേശിച്ചല്ല, നമ്മുടെയൊക്കെ മക്കളെ കൂടി ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. കാരണം ഞാൻ എൻ്റെ ഒരു പ്രായം കഴിഞ്ഞ് അങ്ങനെ വളർന്നു വന്നതാണ്. അപ്പോൾ ആൺകുട്ടികൾ ആ ഒരു പ്രായത്തിൽ എങ്ങനെയായിരുന്നു എന്ന് എനിക്കറിയാം, എൻ്റെ കൂട്ടുകാരെങ്ങനെയായിരുന്നു എന്ന് എനിക്കറിയാം, ഞാൻ കേട്ടിട്ടുള്ളവരെങ്ങനെയായിരുന്നു എന്ന് എനിക്കറിയാം. അപ്പോൾ ആ ഒരു പ്രായത്തിൽ നമ്മുടെ കൈകളിലേക്ക് എത്തുന്ന, അല്ലെങ്കിൽ നമ്മുടെ മക്കളുടെ കൈകളിലേക്ക് എത്തുന്ന പല പുസ്തകങ്ങളും, നമ്മൾ കാണുന്ന സിനിമകൾ, ഇതെല്ലാം നമുക്ക് ഒരു തെറ്റായ കാഴ്ചപ്പാടുകളാണ് പിശാച് നമ്മുടെ മുമ്പിലേക്ക് വെച്ച് തരുന്നത്. അപ്പോൾ ഈ തെറ്റായ കാഴ്ചപ്പാടിന്റെ പരിണത ഫലമാണ് ഇന്ന് നമ്മൾ ന്യൂസ് ചാനലുകളിൽ കാണുന്ന പല ന്യൂസുകളും. ഞാൻ അതിനൊരു ഉദാഹരണം വേണമെങ്കിൽ നിങ്ങളോട് പറഞ്ഞുതരാം. അതായിട്ട് ഇപ്പൊ ഒരു പ്രായത്തിൽ ഒരു ടീനേജേഴ്സിലൊക്കെ ഉള്ള ആൺകുട്ടികളുടെ, പെൺകുട്ടികളുടെ എനിക്കറിയില്ല, ആൺകുട്ടികളുടെ കൈകളിലേക്ക് എത്തുന്ന പുസ്തകങ്ങൾ, അത് കൂടുതലും സെക്സിനെ സംബന്ധിച്ചിട്ടുള്ള പുസ്തകങ്ങൾ തരുന്ന ബോധ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു സ്ത്രീയെ കാഴ്ച, അതൊരു സ്ത്രീ ഒരു വ്യക്തിയാണ് എന്ന് ചിന്തിക്കാൻ കഴിയാത്ത തരത്തിൽ ഒരു ഉപഭോഗ വസ്തു മാത്രമാണ് സ്ത്രീ എന്നൊരു കാഴ്ചപ്പാടാണ് ഇത്തരം പുസ്തകങ്ങളും ഇത്തരം സിനിമകളും ആ ഒരു ടീനേജിലുള്ള ഒരു കുട്ടിയുടെ മനസ്സിലേക്ക് കൊടുക്കുന്നത്. അപ്പൊ അത് ദൈവം ആ ഒരു ചിന്ത മനസ്സിലേക്ക് വരുന്നതിന്റെ പരിണത ഫലമാണ് പലപ്പോഴും നമ്മുടെ ന്യൂസ് ചാനലുകളിൽ നമ്മൾ കാണുന്ന പീഡനങ്ങൾ, ബലാത്സംഗങ്ങൾ എന്നൊക്കെ പറയുന്നത്. കാണുന്നത് ഈ ഇത്തരത്തിലുള്ള ചിന്തകൾ ആ വ്യക്തിയുടെ ബുദ്ധിയെ അത് അന്ധകാരമാക്കി മാറ്റി. എനിക്ക് ഇതിക്കുള്ളത് ഓപ്പണായിട്ട് പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് ഞാനത് അവിടെ നിർത്തുകയാണ്. അപ്പോൾ ഞാനത് പറഞ്ഞത് നമ്മുടെ മക്കളെ ശരിക്കും ലൈംഗിക വിദ്യാഭ്യാസം നമ്മൾ കൊടുത്തു തന്നെ വളർത്തണം. കാരണം ഒരു സ്ത്രീ ഇതാണ്, പുരുഷൻ ഇതാണ്, സ്ത്രീക്ക് ഒരു വ്യക്തിത്വമുണ്ട്, അവളെ ഒരു ഉപഭോഗ വസ്തുവായി കാണേണ്ടതല്ല, അവൾക്കൊരു വ്യക്തിത്വമുണ്ട് എന്നുള്ളതും, അതുപോലെ ഒരു സ്ത്രീക്ക് അവളുടെ ശരീരക്രമ ആ ഒരു ക്രമത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, മെൻസസ് എന്താണ്, ഗർഭധാരണം എന്താണ് എന്നുള്ളത് അത് പറഞ്ഞു കൊടുക്കാൻ പ്രായപൂർത്തിയായ മക്കൾക്ക് നമ്മളത് തീർച്ചയായും പറഞ്ഞു കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. അങ്ങനെ പറഞ്ഞു കൊടുത്തില്ല എങ്കിൽ ഇത്തരം നുണ പുസ്തകങ്ങളിലൂടെ അവരുടെ കയ്യിൽ അവർക്ക് സാധ്യതകൾ മുഴുവൻ അതാണ്. കിട്ടുന്ന കൂട്ടുകാരിൽ നിന്ന് കിട്ടുന്ന അറിവതാണ്, പുസ്തകങ്ങളിൽ നിന്ന് അവർക്ക് കിട്ടുന്ന അറിവുകളൊക്കെ അതാണ്. അപ്പൊ അത് വെച്ച് അവരുടെ ജീവിതം പോകാതിരിക്കാനായിട്ട് പ്രിയപ്പെട്ടവരെ, അത് നമ്മൾ തന്നെ ബോധപൂർവം ആ പിശാചിന്റെ കെണിയിൽ നമ്മുടെ മക്കൾ പെട്ടുപോകാതിരിക്കാൻ ആ ഒരു ലൈംഗിക വിദ്യാഭ്യാസം നമ്മുടെ മക്കൾക്ക് തീർച്ചയായും കൊടുക്കണമെന്ന് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുകയാണ്. അതുപോലെ ഒന്ന് രണ്ട് കാര്യം ഇതാണ്, നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന തെറ്റായ ഉപദേശങ്ങൾ പലപ്പോഴും നമ്മൾ ശരിയാണ്. അപ്പൊ ഇതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, വ്യർത്ഥമായി പറയുന്ന ഓരോ വാക്കും നീ വില കൊടുക്കേണ്ടി വരുമെന്നൊക്കെ കർത്താവ് പറയുന്നതിന്റെ കാര്യം, നമുക്കറിവില്ലാതെ നമ്മൾ കൊടുക്കുന്ന തെറ്റായ ഉപദേശങ്ങൾ, നമുക്കറിയില്ല എങ്കിൽ അറിയില്ല എന്ന് തന്നെ പറയുകയാണ് ഏറ്റവും ഉചിതമായത്. കാരണം കൊടുക്കുന്ന ഉപദേശം തെറ്റാണ് എന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, അതിന്റെ പരിണത ഫലത്തിന് നമ്മളും പങ്കാളി തന്നെയാണ്. അതുപോലെ തെറ്റായ വചനത്തിന്റെ ദുർവ്യാഖ്യാനം കൊടുക്കുന്നതും, അതുപോലെ അത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ ആ വചനം ഇരുന്ന് കേൾക്കുന്നതും, ഇതെല്ലാം ഒരു നുണയുടെ മറ്റൊരു പകർപ്പാണ്. പിശാച് നമുക്ക് അത് കർത്താവിന്റെ അടുത്ത് പോലും പിശാച് വചനം പറഞ്ഞിട്ടുണ്ടെന്ന് നമുക്കറിയാം അല്ലെ. നീ ദേവാലയത്തിന്റെ മുകളിൽ നിന്ന് ചാടിക്കോ, നിന്റെ കൈകളിൽ താങ്ങാൻ മാലാഖമാർ വരും, 91 സങ്കീർത്തനമാണ്. പക്ഷെ അത് വിവേചിച്ചറിയാനുള്ളൊരു കൃപ കർത്താവിന് ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. അപ്പൊ നമുക്കും പ്രിയപ്പെട്ടവരെ, ക്രിസ്തു ശിഷ്യരായ നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ മനസ്സിൽ ബോധ്യം വേണം, നമ്മൾ സർപ്പങ്ങളെ പോലെ വിവേകികളായിരിക്കണം. വചനം ആവശ്യമുള്ള ഉപദേശങ്ങളെ കൊടുക്കാവും, ആവശ്യമില്ലാത്ത ഉപദേശങ്ങൾ കേൾക്കരുത്, കൊടുക്കരുത്. ഇതെല്ലാം നമ്മുടെ മനസ്സിൽ നമ്മൾ ചിന്തിക്കേണ്ട ചില മേഖലകളാണ്. അതുപോലെ ഈ നുണവചനത്തിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മൾ ദൈവവചനം നമ്മൾ ഇന്നും ഫലം പുറപ്പെടുവിക്കുകയാണ് അല്ലെ. ദൈവവചനം ഇന്നും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഫലം പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ കാരണം എന്താ? ഒരു കാര്യം, ഇപ്പൊ 2000 വർഷം മുമ്പ് എനിക്കൊരു ഷർട്ട് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു ഷർട്ട് ഉണ്ടായിരുന്നു, ആ ഷർട്ട് എനിക്ക് ഇന്ന് ഉപയോഗിക്കാൻ കഴിയണമെങ്കിൽ എന്ത് സംഭവിക്കണം? ആ ഷർട്ട് ഇന്ന് ഇവിടെ ഉണ്ടാവണം. അല്ലാണ്ട് അന്നൊരു ഷർട്ട് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കേട്ടുള്ള അറിവ് മാത്രം വെച്ച് എനിക്കിന്ന് ആ ഷർട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. ഒരു ഭക്ഷണമാണെങ്കിലും ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പുള്ള ഇന്ന് ഇത് ഇവിടെ ഉണ്ടെങ്കിൽ മാത്രമേ
എനിക്കത് ഉപയോഗിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്രകാരം അപ്പൊ കർത്താവിന്റെ വചനം ഇന്നും നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മളത് തിരിച്ചറിയേണ്ട ഒരു മേഖല, ആ വചനം ഇന്നും നിലനിൽക്കുന്നു. നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ ഇടയിൽ കർത്താവിന്റെ വചനം നിലനിൽക്കുന്നു. അതാണ് പറയുന്നത്, പുല്ല് വാടുന്നു, പുല്ല് കൊഴിയും, പുഷ്പം വാടുന്നു, കർത്താവിന്റെ വചനമാകട്ടെ എന്നേക്കും നിലനിൽക്കുന്നു. അത് നമ്മുടെ ഇടയിൽ നിൽക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഇന്നും ആ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഫലം പുറപ്പെടുവിക്കുന്നു. അപ്പൊ ഇത്തരത്തിൽ പിശാചിന്റെ നുണകളും ഇപ്പൊ ഉദാഹരണത്തിന് ഒത്തിരി കാര്യങ്ങളുണ്ട്. നമ്മൾ പറയുന്ന നുണകൾ, അത് മറ്റുള്ളവരെ കുറിച്ച് കുറ്റം വിധിക്കലാവാം, മറ്റുള്ളവരെ കുറിച്ച് കുറ്റം പറയലാവാം, വീട്ടിൽ ഉപയോഗിക്കുന്ന മോശമായ വാക്കുകളാവാം, ദമ്പതികൾ തമ്മിലുള്ള പരസ്പരമായ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആ സമയങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളാകാം. ഇത്തരത്തിൽ മോശമായി ഉപയോഗിക്കുന്നതായ എല്ലാ നുണവചനങ്ങളും പ്രിയപ്പെട്ടവരെ അത് നശിച്ചു പോകില്ല. ആ വചനങ്ങളെല്ലാം നമ്മുടെ കുടുംബത്തിൽ തന്നെ നിൽക്കും. നമ്മൾ ഈ പറയുന്ന വചനങ്ങളെല്ലാം, ഈ നുണവചനങ്ങളെല്ലാം ദൈവവചനം നശിക്കാതിരിക്കുന്ന പോലെ നമ്മൾ ഈ പറയുന്ന നുണവചനങ്ങളെല്ലാം നമ്മുടെ കുടുംബത്തിൽ നിൽക്കുകയും അത് നുണയുടെ ഫലം പുറപ്പെടുവിക്കുകയും ചെയ്യും. നമ്മുടെയൊക്കെ കുടുംബങ്ങളുടെ പലപ്പോഴും ഒരു നാശത്തിന്റെ ഒരു കാരണമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇത്തരം നമ്മൾ പറഞ്ഞു കൂട്ടിയിട്ടുള്ള നുണവചനങ്ങൾ പലപ്പോഴും അതിന്റെ ഫലം പുറപ്പെടുവിക്കുകയാണ്. ഇപ്പൊ പത്രോസ്ലീഹ നമുക്കറിയാം, കർത്താവിന് 3 പ്രാവശ്യം തള്ളി പറഞ്ഞു, ഞാൻ അവനെ അറിയില്ല എന്ന് പറഞ്ഞു. കർത്താവ് പുനരുദ്ധാരണത്തിന് ശേഷം കർത്താവ് പത്രോസ്ലീഹയുടെ അടുത്തെത്തിയപ്പോൾ എന്താ സംഭവിച്ചത്? 3 പ്രാവശ്യം പത്രോസ്ലീഹയെ കൊണ്ട് കർത്താവ് ഏറ്റുപറയിപ്പിച്ചു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് ഏറ്റുപറയിപ്പിക്കുകയാണ്. ആ 3 പ്രാവശ്യം ഞാൻ നിന്നെ അറിയില്ല എന്ന് പറഞ്ഞ ആ വചനത്തിന് മുകളിൽ പത്രോസ്ലീഹയെ കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് കർത്താവ് ഏറ്റുപറയിപ്പിക്കുകയാണ്. പലപ്പോഴും നമ്മൾ ഒത്തിരി വീഡിയോസ് കണ്ടിട്ടുണ്ട്, വചനം ഏറ്റു പറഞ്ഞപ്പോൾ എൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിച്ചു, വചനം എഴുതിയപ്പോൾ എൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിച്ചു, 1000 പ്രാവശ്യം വചനം ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ സംഭവിച്ചു എന്നൊക്കെ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കുടുംബത്തിലുമൊക്കെ നമ്മുടെ ദുർവചനങ്ങൾ കൊണ്ട്, ദുർഭാഷണം കൊണ്ട് ആ സംഭവിച്ചിട്ടുള്ള ആ നിൽക്കുന്ന ദുർവചനങ്ങൾക്ക് മുകളിൽ ദൈവവചനം, ദൈവകൃപ നിറഞ്ഞാൽ മാത്രമേ പ്രിയപ്പെട്ടവരെ നമ്മുടെ എല്ലാം കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടു, ദൈവത്തിന്റെ കൃപ കടന്നു വരികയുള്ളൂ. അത് കർത്താവ് അനുഗ്രഹിക്കാത്തത് കൊണ്ടല്ല, ആ കൃപ സ്വീകരിക്കാൻ നമ്മളുടെ ഭവനങ്ങൾക്ക് സാധിക്കാത്തത് കൊണ്ടാണ്. പലപ്പോഴും നമ്മൾ കണ്ടിട്ടില്ലേ, ആരെങ്കിലുമൊക്കെ നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് വിളിക്കുമ്പോൾ അവരെന്താ പറയാ, നിങ്ങൾ ഇത്ര പ്രാവശ്യം വിശുദ്ധ കുർബാനയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക, അതുപോലെ ഇന്നത് വചനം വായിക്കുക. ഇപ്പൊ കൃപാസനത്തിൽ ഉടമ്പടി എടുക്കുകയാണെങ്കിൽ രാവിലെയും വൈകുന്നേരം ദൈവവചനം വായിക്കുക, ജപമാല ചൊല്ലുക, വിശുദ്ധ കുർബാന മുടക്കരുത്. അപ്പൊ ഇതെല്ലാം ചെയ്യുന്നത് ഇതിലൂടെ എല്ലാം പരിശുദ്ധാത്മാവ് നിറയുകയാണ്. നമ്മളിൽ നമ്മുടെ പ്രവൃത്തി മൂലം നിറഞ്ഞ ആ നുണവചനങ്ങൾക്ക് ഉപരിയായിട്ട് പരിശുദ്ധാത്മാവ് ദൈവവചനത്തിലൂടെ നിറയുമ്പോഴാണ് ആ ദൈവകൃപയുടെ ഒരു അഭിഷേകം കുടുംബത്തിലേക്ക് കടന്നു വരുന്നത്. അതിപ്പോ നമ്മൾ ഈ ഒരു മേഖലയൊക്കെ പലപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുപോലെ നമ്മൾ കർത്താവിന്റെ ഒരു വചനം ഇപ്രകാരമാണ്, പാപിയുടെ പതനത്തിന് കാരണം അവന്റെ ചുണ്ടുകളാണ്. അപ്പൊ നമ്മുടെ നാവിലൂടെ പോകുന്ന പല കാര്യങ്ങളും അത് നമുക്ക് തന്നെ പലപ്പോഴും ദോഷമായിട്ട് ഭവിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവർ, നമുക്കതിനെ കുറിച്ച് എത്രത്തോളം നമ്മൾ ബോധവാന്മാരാണെന്ന് എനിക്കറിയില്ല. ഞാനും അത്രയൊന്നും ചിന്തിക്കാത്തൊരു മേഖലയായിരുന്നു അത്. കാരണം ഇതിന്റെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, ദൈവം നമുക്ക് നൽകുന്ന കൃപകൾ, ദൈവം നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങൾ, അത് ആത്മീയമായാലും ഭൗതികമായാലും, ഇത് കാണാനായിട്ട് പിശാചിന് പലപ്പോഴും സാധിക്കില്ല. എന്നാൽ അവനത് കേൾക്കാൻ സാധിക്കും. കാരണം സ്നാപക യോഹന്നാൻ അവിടെയുള്ള അന്നത്തെ ജനങ്ങളെ നോക്കിയിട്ട് പ്രസംഗിക്കുന്ന ഒരു വാക്കുണ്ട്, അണലി സന്തതികളെ ആസന്നമായ ക്രോധത്തിൽ നിന്ന് ഓടിയകലാൻ ആരാണ് നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയത്? ഇപ്രകാരമാണ് ചോദിക്കുന്നത്. അപ്പൊ ഈ അണലി സന്തതികളെ എന്ന് വിളിക്കുമ്പോൾ അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, അവിടെ മരുഭൂമി ആയതുകൊണ്ട് അവിടെ കൂടുതലായി കാണപ്പെടുന്ന പാമ്പ് അണലിയാണ്, അതുകൊണ്ട് അങ്ങനെ വിളിക്കുന്നു. അത് മാത്രമല്ല, ഞാൻ ചിന്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്, ഈ അണലി സന്തതികളെ എന്ന് വിളിക്കാൻ അതിന് മറ്റൊരു കാരണം കൂടി ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ അണലിയുടെ ഒരു പ്രത്യേകത, അണലിക്ക് വെളിച്ചത്തിൽ കണ്ണ് കാണില്ല. അതിന് ഇത് കേൾക്കാം, ബാക്കിയുള്ള എല്ലാം സെൻസ് ചെയ്യാൻ പറ്റും, ശബ്ദമെല്ലാം അതിന് സെൻസ് ചെയ്യാം, പക്ഷെ അതിന് പകല് വെളിച്ചത്തിൽ കണ്ണ് കാണാനായിട്ട് സാധിക്കും. അപ്പൊ ദൈവമക്കളിൽ ഒരു പ്രകാശമുണ്ട്. കാരണം കർത്താവ് പറഞ്ഞേക്കുന്നതാണ്, എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ല, അവന് ജീവന്റെ പ്രകാശം ഉണ്ടായിരിക്കും. അപ്പൊ മക്കളിലുള്ള പ്രകാശത്തിൽ ആ ദൈവമക്കളിലേക്ക് ദൈവപിതാവ് ചൊരിയുന്ന കൃപ എന്താണെന്ന് കാണാനായിട്ട് പിശാചിന് സാധിക്കില്ല. അതെന്താണെന്ന് പിശാചിന് മനസ്സിലാകുന്നില്ല. പക്ഷെ അവൻ അത് മനസ്സിലാക്കുന്നത്, പ്രിയപ്പെട്ടവരെ, നമ്മുടെ സംസാരത്തിലൂടെയാണ് അത് മനസ്സിലാക്കുന്നത്. നമ്മുടെ വായിൽ നിന്ന് പോകുന്ന നാവിലൂടെയാണ് നമ്മളിൽ ലഭിച്ചിരിക്കുന്ന കൃപയെ പിശാച് മനസ്സിലാക്കുന്നത്. അപ്പൊ ദൈവം ആഗ്രഹിക്കുന്ന ഒരു മേഖല എന്ന് പറഞ്ഞാൽ, നമ്മളിൽ ദൈവം ഉപയോഗിക്കാൻ വെച്ചിരിക്കുന്ന ഒരു കൃപ, അതിന്റെ സമയമാകുന്നത് വരെ അത് അവിടെ ഇരിക്കണം. അത് മറ്റുള്ളവരുടെ മുമ്പിലേക്ക്, അത് ആത്മീയമാണെങ്കിലും ഭൗതികമാണെങ്കിലും അത് പരസ്യപ്പെടുത്തിയാൽ,
അത് പരസ്യപ്പെടുത്തിയാൽ അതിന്റെ പരിണത ഫലം നമ്മൾ തന്നെ അനുഭവിക്കേണ്ടി വരും. കാരണം പിശാച് ജാഗരൂകനാണ്. നമ്മളിൽ ഒരു ദൈവകൃപ നിറയുന്നുണ്ടെങ്കിൽ അത് എങ്ങനെ തകർക്കാമെന്ന് അലറുന്ന സിംഹത്തെ പോലെ അവൻ നടക്കുകയാണ്. അതെങ്ങനെ അത് നശിപ്പിക്കാം എന്ന് അവന് കൃത്യമായ ബോധ്യമുണ്ട്. അപ്പൊ ആ ബോധ്യത്തിലൂടെ ആ ഒരു പിശാച് നമ്മളിൽ നിറഞ്ഞ കൃപ നഷ്ടപ്പെടുത്താനായിട്ട് ഒത്തിരി ശുശ്രൂഷകർ വീണുപോയ ഒരു മേഖലയാണിത്. നമുക്ക് കിട്ടുന്ന എന്തെങ്കിലും ഒരു കൃപ, കർത്താവ് എനിക്ക് അത് തന്നു ഇത് തന്നു, ഒരാവശ്യമില്ല, വെറുതെ എല്ലാവരോടും പറഞ്ഞു കിടക്കാണ്. ഭൗതികമായ മേഖലയിലാണെങ്കിലും നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിലൊക്കെ എന്തെങ്കിലും, കുടുംബത്തിലൊക്കെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ നമ്മൾ എന്ത് ചെയ്യും? സ്റ്റാറ്റസ് ഇടുക. ഒരു നല്ല ഭക്ഷണം കഴിച്ചാൽ അതെടുത്ത് സ്റ്റാറ്റസ് ഇടും. നമുക്ക് നല്ലൊരു ഭക്ഷണം തമ്പുരാൻ തന്നാൽ അതിന് നന്ദി പറഞ്ഞ് അത് ആസ്വദിച്ച് കഴിച്ചാൽ പോരെ. അത് മറ്റുള്ളവരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കാനും അത് നമ്മുടെ തന്നെ കെണിയായിട്ട് വരേണ്ട കാര്യമുണ്ടോ? എന്റെ മക്കൾക്ക് എന്തെങ്കിലും ഒരു നല്ല കൃപ, അവർക്കൊരു ദൈവത്തിന്റെ കരുണ, കർത്താവിന്റെ കരുണയാൽ അവർക്കൊരു കൃപ അവരുടെ ജീവിതത്തിൽ ലഭിക്കുകയാണ്. അവരേതെങ്കിലും ഒരു പഠനത്തിലാവട്ടെ, മറ്റേതെങ്കിലും ഒരു മേഖലകളിലാവട്ടെ, നല്ലൊരു സ്ഥാനത്തേക്ക് വരുമ്പോൾ ഇത് മറ്റുള്ളവരെയും അസൂയ ജനിപ്പിക്കുന്ന രീതിയിൽ പരസ്യപ്പെടുത്തി അത് നമ്മുടെ തന്നെ നാശത്തിന് പലപ്പോഴും കാരണമാകുന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു മേഖലയാണ്. നമുക്ക് ഈ ഒരു മേഖലയെ കുറിച്ച് എത്രത്തോളം നമ്മളൊക്കെ ബോധവാന്മാരാണെന്നുള്ളത് നമ്മളൊന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ ദൈവകൃപ നമ്മളിൽ ദൈവം നിറയ്ക്കുന്നുണ്ടെങ്കിൽ അത് അവിടെ ഇരിക്കട്ടെ. അതിന് ദൈവം ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതിനെ പരസ്യപ്പെടുത്തി നശിപ്പിക്കാനുള്ളതല്ല പ്രിയപ്പെട്ടവരെ. അത് ദൈവം ഉപയോഗിക്കേണ്ട സമയത്തിൽ അതിന്റെ പൂർണ്ണ സമയത്ത് ഉപയോഗിക്കാനുള്ളതാണ്. ഇപ്പൊ സ്നാപക യോഹന്നാനെ കുറിച്ച് പറയുന്നത് എന്താണ്? ശിശു ജനിച്ചു, വെളിപ്പെടുന്നത് വരെ അവൻ മരുഭൂമിയിലായിരുന്നു. ഇതാണ് സ്നാപകനെ കുറിച്ച് പറയുന്നത്. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായാണെങ്കിലും 12-ാം വയസ്സിൽ കർത്താവിന് കൃപയ്ക്ക് കുറവുണ്ടായിട്ടാണോ? കർത്താവ് 12-ാം വയസ്സിൽ വചനം പറഞ്ഞപ്പോ അവിടെ വന്ന് മാതാവ് എന്താ പറഞ്ഞേ? ഞാനും നിന്റെ പിതാവും നിന്നെ ഓർത്ത് എത്ര വേദനിച്ചു എന്ന് പറഞ്ഞപ്പോ കർത്താവ് എന്താ ചെയ്തേ? അവരുടെ കൂടെ കുടുംബത്തിലേക്ക് വന്ന് അവർക്ക് വിധേയനായി ജീവിച്ചു. പിന്നെ എപ്പോഴാ? 30-ാം വയസ്സില് ഈ അമ്മ തന്നെ പറഞ്ഞു അല്ലെ, കാനായിലെ കല്യാണ വിരുന്ന് വെച്ച് 12-ാം വയസ്സിൽ വിലക്കിയ അമ്മ 30-ാം വയസ്സിൽ പുത്രനോട് പറഞ്ഞു അവർക്ക് വീഞ്ഞില്ല, നീ പ്രവർത്തിക്കേണ്ട സമയമായി എന്നാണ് പറഞ്ഞത്. അപ്പൊ അതിന് പല കാരണങ്ങൾ അതിന്റെ പിന്നില് കർത്താവിന് കൃപയ്ക്ക് കുറവുണ്ടായതോ ശക്തിയുടെ കുറവുണ്ടായത് കൊണ്ടല്ല. അത് ചില കാര്യങ്ങൾ, ചില കൃപകൾ നമ്മളിൽ ദൈവം നിറച്ചിരിക്കുന്നത് അതിന്റെ പൂർണ്ണതയിൽ എത്തുന്നതിന് മുമ്പായി നമ്മൾ അത് എടുത്ത് പ്രയോഗിക്കാൻ ദൈവം ചില പ്രത്യേക ഉദ്ദേശങ്ങൾക്ക് വേണ്ടി വെച്ചിരിക്കുന്നതാണ്. അത് ആത്മീയമാണെങ്കിലും ഭൗതികമാണെങ്കിലും അത് ആ സമയത്തല്ലാതെ അതിനു മുമ്പ് നമ്മൾ എടുത്ത് പ്രയോഗിക്കുമ്പോൾ പലപ്പോഴും നമുക്ക് ആ വേണ്ട രീതിയിൽ അത് ഉപയോഗിക്കാൻ സാധിക്കുന്നില്ല. അതിന്റെ സാഹചര്യങ്ങൾ ക്രമീകരിക്കപ്പെടുന്നില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മളെ കീഴടക്കാനും നമ്മുടെ മേഖല, നമ്മുടെ കുടുംബത്തെ കീഴടക്കാനും ഒക്കെ ആയിട്ട് പിശാചിന് വളരെ എളുപ്പം സാധിക്കും. അപ്പൊ നമ്മളൊരു ചിന്തിക്കേണ്ട ഒരു മേഖലയാണ് പ്രിയപ്പെട്ടവരെ ഈ ഒരു മേഖല. നമ്മുടെ വായിലൂടെ നമ്മളിൽ ലഭിച്ച കൃപകൾ, ആത്മീയമാണ് ഭൗതികമാണെങ്കിൽ, അത് പുറത്തേക്ക് പോകാതിരിക്കുക, അത് നമ്മളിൽ തന്നെ നിൽക്കുക. അത് കർത്താവ് ആഗ്രഹിക്കുന്ന സമയം വരെ അത് ശക്തി പ്രാപിക്കാനൊക്കെ ആയിട്ട് നമ്മൾ തന്നെ കുറച്ച് ബലം അവിടെ ആ മേഖലകളിലൊക്കെ ഒന്ന് പ്രയോഗിക്കേണ്ടതാണ്. കാരണം കർത്താവ് നമ്മളിലൂടെയെല്ലാം ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട്, ഒത്തിരി കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. ഏതൊരു സാഹചര്യത്തിന്റെ പേരിലാണെങ്കിലും നമ്മൾ നുണ പറയരുത്. കാരണം അതാണ് കർത്താവിന്റെ വചനം പറയുന്നത്, മരിക്കേണ്ടി വന്നാലും സത്യം വെടിയരുത്, ദൈവമായ കർത്താവ് നിനക്ക് വേണ്ടി പൊരുതിക്കോളും. അപ്പൊ ചില സാഹചര്യങ്ങൾ നമുക്ക് ചിന്തിക്കും, എന്റെ നിവൃത്തികേട് കൊണ്ടാണ്, എനിക്ക് മറ്റൊരു സാഹചര്യമില്ല, അപ്പൊ ഒരു നുണ പറഞ്ഞ് താൽക്കാലികമായി ഒരു രക്ഷപ്പെട്ടാൽ അതുകൊണ്ട് ആർക്കും ഒരു നഷ്ടമില്ലല്ലോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. എൻ്റെ ഒരു ജീവിതത്തിൽ ഒരു അനുഭവം പറയുകയാണെങ്കിൽ, എനിക്ക് സൗദിയിൽ വെച്ച് ഒരു വലിയ പ്രശ്നം ഉണ്ടായി, ഒരു സാമ്പത്തിക പ്രശ്നം. ഞാനൊരു വ്യക്തിക്ക് പൈസ കൊടുക്കാനുണ്ട്. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ കയ്യിൽ അത് കൊടുക്കാനില്ല. പല അവധികൾ പറഞ്ഞ് ഞാൻ മടുത്തു, പല കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, ഇതെല്ലാം പറഞ്ഞിട്ട് എനിക്കൊരു വഴി കർത്താവ് തന്നു. അപ്പൊ എൻ്റെ മനസ്സിൽ കർത്താവ് ഇടപെടും എന്നൊക്കെ വിചാരിച്ചിരിക്കാം. അപ്പൊ ഒരു ദിവസം എനിക്ക് കോൾ വന്നപ്പോൾ ഞാൻ കാറിലിരിക്കുകയാണ്. അപ്പൊ എൻ്റെ കൂടെ രഞ്ജിത്തേണ്ണുണ്ട്. അപ്പൊ കാറിലിരുന്ന് എനിക്ക് ഫോൺ വന്നു. അപ്പൊ എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ പൈസ എപ്പോൾ കിട്ടുമെന്ന് ചോദിച്ചു. അപ്പോഴും ഞാൻ പറഞ്ഞു എനിക്കൊരു സ്ഥലത്ത് പൈസ കിട്ടാനുണ്ട്, ഒരാഴ്ചക്കുള്ളിൽ എന്തായാലും പൈസ കിട്ടും, അപ്പൊ അതുവരെ നിങ്ങളൊന്ന് ക്ഷമിക്കുന്നു പറഞ്ഞു. ഈ വ്യക്തി ഫോൺ വെച്ചു. അപ്പൊ ഞാൻ രഞ്ജിത്തേട്ടനോട് പറഞ്ഞു, രഞ്ജിത്തേട്ട കർത്താവ് ഇടപെട്ടു, ഒരാഴ്ചയും കൂടെ എനിക്ക് സമയം കിട്ടി. കാരണം ആ വ്യക്തിക്ക് കർത്താവ് അങ്ങനെ ഒരു പരിശുദ്ധാത്മാവ് ഇടപെട്ടത് കൊണ്ടാണ് ഒരാഴ്ച എന്നോട് ക്ഷമിക്കാൻ തോന്നിയത്. എന്തായാലും കർത്താവ് ഇടപെട്ടു, പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞു. അപ്പൊ രഞ്ജിത്തേട്ടൻ എന്നോട് പറഞ്ഞ പ്രകാരമാണ്, മോനെ കർത്താവിന് നന്ദി പറഞ്ഞൊക്കെ നല്ല കാര്യം, പക്ഷെ കർത്താവ് ഈ കാര്യത്തിൽ ഇടപെടാൻ സാധ്യത കുറവാണ്, ഈ ഒരാഴ്ചക്കുള്ളിൽ നിനക്ക് പൈസ കിട്ടാനും സാധ്യതയൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ചേട്ടാ അതെന്താ അങ്ങനെ? ഞാൻ കർത്താവ് തരും എന്നുള്ള വിശ്വാസത്തിലാണല്ലോ ഞാനിത് പറഞ്ഞത്, ഈ ഒരാഴ്ചക്കുള്ളില് ഞാൻ ഈ പൈസ തരാം എന്ന് പറഞ്ഞു. അപ്പൊ രഞ്ജിതൻ എന്നോട് പറഞ്ഞതാണ്, മോനെ കർത്താവിന്റെ പേരിലാണ് നീ പറഞ്ഞതെങ്കിലും നീ ഉപയോഗിച്ചത് ആരുടെ ആയുധമാണ്? നീ ഉപയോഗിച്ചത് പിശാചിന്റെ ആയുധമാണ്. കാരണം നുണയുടെ പിതാവ് പിശാചാണ്. എനിക്കാരും പൈസ തരാനില്ല, ഈ ഒരാഴ്ചക്കുള്ളിൽ കൊടുക്കാൻ കഴിയുമെന്ന് എനിക്കൊരു ബോധ്യമില്ല. ഞാൻ ശരിക്കും എന്തായിരുന്നു അവിടെ പറയേണ്ടിയിരുന്നത്? എന്റെ സഹോദര, എന്റെ കയ്യിലെ പൈസ ആയിട്ടില്ല, ഞാൻ അതിന് പരിശ്രമിച്ചുകൊണ്ടിരിക്കാൻ, എത്രയും പെട്ടെന്ന് ഞാനത് തരാം. ഇതിന് പകരം ഞാൻ ആശ്രയിച്ചത് ആശ്രയം കർത്താവിൽ, വിശ്വാസം
എനിക്ക് കർത്താവിലുണ്ട് എന്ന് പറയുകയും ഞാൻ ഉപയോഗിച്ചത് പിശാചിന്റെ ആയുധമാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും? പിശാചിന്റെ ആയുധം വെച്ച് ഉപയോഗിച്ച് അവിടെ കർത്താവിന്റെ കൃപ കടന്നു വരുമെന്ന് നമുക്ക് വിശ്വസിക്കാനായിട്ട് സാധിക്കില്ല ഒരിക്കലും. എന്റെ ജീവിതത്തിൽ അത് തന്നെ സംഭവിച്ചു. ഈ ഒരാഴ്ച കഴിഞ്ഞിട്ടും സംഭവിച്ചില്ല, ഒരു മാസം കഴിഞ്ഞിട്ട് എനിക്ക് ആ പൈസ കൊടുക്കാൻ സാധിച്ചില്ല. അവസാനം അത് വലിയ പ്രശ്നമാവുകയും ചെയ്തു. ഇതെല്ലാം കഴിഞ്ഞ ആ വ്യക്തിയുടെ അടുത്ത് ചെന്ന് ഞാൻ പറഞ്ഞു, ഇത് എന്റെ അവസ്ഥ ഇന്നതാണ്, എന്നെ കൊണ്ട് സാധിക്കുന്നില്ല, എന്നോട് ക്ഷമിക്കണം, എനിക്കൊരല്പം സമയം തന്നെ എന്ന് ഞാൻ ചെന്ന് പറഞ്ഞപ്പോൾ പ്രിയപ്പെട്ടവരെ ഒരാഴ്ചക്കുള്ള ആ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടായി. അപ്പൊ നമ്മുടെ ഏതൊരു സാഹചര്യമാണെങ്കിലും പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കണം, ആ സാഹചര്യത്തിൽ കർത്താവാണ് ഇടപെടേണ്ടത്. അവിടെ ആശ്രയം കർത്താവിലാണ് വെക്കേണ്ടത്, ഒരിക്കലും പിശാചിന് ആശ്രയം വെക്കരുത്. അതുപോലെ നമ്മുടെ വാക്കുകൾ എപ്പോഴും ചുരുങ്ങിയിരിക്കട്ടെ. ഇതാണ് ദൈവവചനം പറയുന്നത്, നമ്മുടെ വാക്കുകൾ എപ്പോഴും ചുരുങ്ങിയിരിക്കട്ടെ. ദൈവം ആഗ്രഹിക്കുന്നു നമ്മളിൽ നിന്നൊരു നുണ. കർത്താവ് അത് ആഗ്രഹിക്കുന്നില്ല. പിശാചിന്റെ അടിമകളാവാൻ, അവന്റെ ആയുധമെടുത്ത് ഉപയോഗിക്കുന്നവരാകാൻ ഒരിക്കലും നമ്മൾ അങ്ങനെ ആവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ഈ നമ്മളോട് ദൈവം ഇത്ര പഴയ നിയമത്തിൽ നമ്മുടെ വചനം നമ്മളോട് കൽപ്പനകൾ എടുത്തു നോക്കുമ്പോൾ കള്ളസാക്ഷ്യം പറയരുത്, അങ്ങനെ കള്ളസാക്ഷ്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നതാണ് ശിക്ഷ എന്നൊക്കെ ഇത്ര രൂക്ഷമായിട്ട് പറയുന്നതിന്റെ കാരണം നമ്മളോട് ഇങ്ങനെ പറഞ്ഞാൽ, മോനെ നുണ പറഞ്ഞാൽ നീ ഉപയോഗിക്കുന്ന പിശാചിന്റെ ആയുധമാണ്, നീ അവന്റെ അടിമയാകും, നീ അവന്റെ അടിമയായാൽ നിന്റെ അധികാരങ്ങൾ അവനാകും, ആ അധികാരങ്ങൾ വെച്ചുകൊണ്ട് തന്നെ അവൻ നിന്നെ അടിമപ്പെടുത്തും, നരകിപ്പിക്കും എന്ന് പറഞ്ഞു തരാൻ നമുക്ക് അന്ന് പറഞ്ഞാൽ നമുക്കത് മനസ്സിലാകില്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മളോട് കർത്താവ് ആ രീതിയിൽ പറഞ്ഞു തന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് വിശുദ്ധ കുർബാനയിലൊക്കെ ഒരു വചന പ്രകാരമുണ്ട്, കർത്താവെ നിന്റെ കൽപ്പനകളുടെ മധുര സ്വരം ശ്രവിക്കാൻ. അത് ആ കൽപ്പനകളുടെ ഒരു മധുര സ്വരമാണ്, കർത്താവിന്റെ സ്നേഹമാണ് ആ ഒരു കൽപ്പനകളിലൊക്കെ. പറയുന്ന രീതി രൂക്ഷമായിട്ടൊക്കെ നമുക്ക് തോന്നുമെങ്കിലും അതിലൂടെ കർത്താവിന്റെ സ്നേഹം, ആ ഒരു സ്നേഹത്തിന്റെ മധുര സ്വരമാണ് നമ്മളോട്. അതിന്റെ സ്വരം ഈ പ്രകാരമാണ്. നമ്മൾ ഈ രീതിയിലാണ് അതിനെയൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടതും. ഈ ഒരു പാപത്തിൽ നിന്ന്, ഈ ഒരു വലിയ തിന്മയിൽ നിന്ന്, നമ്മൾ അടിമപ്പെടുത്തുന്ന ആ ഒരു മേഖലയിൽ നിന്നൊക്കെ വിട്ടു നിൽക്കാനായിട്ട് നമ്മൾ ബോധപൂർവം പരിശ്രമിക്കണം. അത് എന്ത് പ്രശ്നം ഉണ്ടായാലും ശരി, നമ്മളെല്ലാവരും ഈ ഒരു തീരുമാനം പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു, എന്റെ ജീവിതത്തിൽ എന്റെ നാവിൽ നിന്ന് ഇനി അങ്ങനെയൊന്നും സംഭവിക്കില്ല, ഒരു നുണയുടെ വചനം പോലും ഞാൻ പറയില്ല, എന്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അതിൽ ഇടപെടാൻ ശക്തനായൊരു കർത്താവ് എനിക്കുണ്ട് എന്നൊരു ഉറച്ച ബോധ്യം ഇതോടുകൂടി നമുക്ക് തീരുമാനം എടുക്കാനായിട്ട് നമുക്ക് സാധിക്കണം. പ്രിയപ്പെട്ടത്, പരിശുദ്ധ അമ്മയെ കുറിച്ചൊക്കെ നോക്കി, അമ്മയുടെ ജീവിതത്തിൽ എന്തൊക്കെ കാര്യം ഉണ്ടെങ്കിലും ബൈബിൾ അമ്മ സംസാരിച്ചതായിട്ടൊന്നും എഴുതിയിട്ടില്ല. വളരെ നിസ്സാരമായിട്ടൊക്കെ ആ മറിയത്തിന്റെ സ്തോത്രഗീത ആ സമയത്തൊക്കെ പറഞ്ഞിട്ടുള്ളൂ. അതിന്റെ കാരണം എന്താ? വളരെ കുറച്ചേ പറഞ്ഞിട്ടുള്ളൂ. അമ്മ എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്നാണ് പറയുന്നത്. കാരണം അമ്മയ്ക്കറിയാം. അതുകൊണ്ടല്ലേ അമ്മയെ പിശാചിന് തൊടാൻ കഴിയാതിരുന്നതിന്റെ കാരണം, അമ്മയിൽ എന്ത് നിറഞ്ഞു എന്ന് പിശാചിന് അറിയുന്നില്ല. പിശാചിന് അത് അറിയാൻ അമ്മയുടെ നാവിൽ നിന്നുണ്ടെങ്കിലും പോയാലേ കിട്ടുള്ളൂ. അമ്മയെല്ലാം സംഗ്രഹിക്കുന്നത് ഹൃദയത്തിലാണ്. നമ്മൾ ഓരോരുത്തരും അതൊന്ന് പ്രാക്ടീസ് ചെയ്യാനായിട്ട്. എനിക്കുണ്ടാവും, എനിക്ക് ദേഷ്യം വരുമ്പോൾ എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ പറ്റില്ല, ഒന്ന് പറഞ്ഞില്ലെങ്കിൽ പറ്റൂല. അല്ലെങ്കിൽ അവിടെ ഒന്ന് ആ സംസാരിക്കുമ്പോൾ എൻ്റെ ഒരു അഭിപ്രായം കൂടി ഒന്ന് പറഞ്ഞില്ലെങ്കിൽ പറ്റൂല. അല്ലെങ്കിൽ അവിടെ ആ ഒരു നുണ പറഞ്ഞ ഗതികേട് കൊണ്ടാ എങ്കിലും അത് പറഞ്ഞില്ലെങ്കിൽ അത് പറ്റില്ല. ആ ഒരു തൃഷ്ണയെ ഒന്ന് നിയന്ത്രിക്കാനായിട്ട് ആത്മാവിന്റെ ശക്തിയിൽ നമുക്കൊന്ന് സാധിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിലേക്ക് കൃപയൊക്കെ കടന്നു വരുന്നത് ആ ഒരു മേഖലയൊക്കെയാണ് ശരിക്കും. അപ്പൊ പരിശുദ്ധ അമ്മയൊക്കെ ചെയ്തത് അതുകൊണ്ടാണ് ദൈവവചനം ഇപ്രകാരം പറയുന്നത്, വില കെട്ടവ സംസാരിക്കാതെ സദ്വചനങ്ങൾ മാത്രം ഉച്ചരിച്ചാൽ നീ എന്റെ നാവ് പോലെയാവും. ക്രിസ്തു നമ്മളെ കുറിച്ച് നമ്മളെ ഒരു അനുഗ്രഹമാക്കി മാറ്റാനാണ്, അനേകർക്ക് വെളിച്ചമാക്കി മാറ്റാനായിട്ട്, ഈ ലോകത്തിന് തന്നെ ഒരു അനുഗ്രഹമാക്കി മാറ്റാനായിട്ട്. നമ്മൾ പറയുമ്പോൾ നമ്മൾ സാധാരണക്കാരല്ല പ്രിയപ്പെട്ടവർ, നമ്മൾ ക്രിസ്തു ശിഷ്യർ എന്ന് പറഞ്ഞാൽ നമ്മൾ നിസ്സാരരായ വ്യക്തികളല്ല. നമ്മൾ ചെന്നൊരു ക്യാൻസർ രോഗിക്ക് വേണ്ടി തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ പ്രാർത്ഥിക്കുന്ന കർത്താവായ യേശുവിന്റെ നാമത്തിൽ വ്യക്തി ഈ രോഗം സൗഖ്യമാകട്ടെ എന്ന് പറഞ്ഞാൽ അത് പ്രാർത്ഥിക്കുമ്പോൾ സൗഖ്യപ്പെടണം. അത് കർത്താവിന്റെ വാഗ്ദാനമാണ്. ഞാൻ സ്വർഗത്തിലേക്ക് പോകുന്നതുകൊണ്ട് ഞാൻ ചെയ്തതിൽ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുമെന്നാണ് പറയുന്നത്. മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ അവർ ഉയർത്തെഴുന്നേക്കണം. ഇത് കർത്താവിന്റെ വാഗ്ദാനമാണ്. അപ്പൊ അങ്ങനെ ചെയ്യണമെങ്കിൽ നമ്മുടെ നാവിനെ വിശുദ്ധീകരിക്കണം. ഈ നാവിനെ വിശുദ്ധീകരിക്കണം, അത് നമ്മൾ ബോധപൂർവ്വം നമ്മൾ അതിന് ബലം പ്രയോഗിക്കണം. കാരണം അതാണ് പറയുന്നത്, സ്നാപക യോഹന്നാൻ വരെ നിയമവും പ്രവാചകന്മാരും, അതിനുശേഷം ബലം പ്രയോഗിച്ച് വേണം സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ. അത് ബലം പ്രയോഗിക്കാൻ കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുകയാണ്. ബോധപൂർവം എന്റെ നാവിൽ നിന്ന് എന്റെ കർത്താവിന് എന്നെ ഉപയോഗിക്കാൻ കഴിയാതിരിക്കത്തക്ക രീതിയിൽ ഒരു വാക്ക് പോവില്ല. പ്രത്യേകിച്ച് സാത്താന്റെ ഉപകരണമായ നുണ ഞാൻ പറയില്ല, ഞാൻ കേൾക്കില്ല. ഈ ഒരു ബോധ്യത്തിലേക്കൊക്കെ നമുക്ക് കടന്നു വരാനായിട്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കണം. അതിനുവേണ്ടി കർത്താവ് നമ്മുടെ ഓരോരുത്തരെയും ഹൃദയങ്ങളെ ഒന്ന് തുറന്നു തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് ഉറച്ചൊരു തീരുമാനം എടുക്കുന്ന ഒരു തീരുമാനം നമ്മൾ ഇന്ന് എടുത്താൽ മതി. പരിശുദ്ധ അമ്മ പറഞ്ഞു, ഇതാ കർത്താവിന്റെ ദാസി. 10-15 വയസ്സുള്ള അമ്മയ്ക്ക് എത്രത്തോളം അതിനെക്കുറിച്ച് വരാനിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ബോധ്യമുണ്ടെന്ന് എനിക്കറിയില്ല. എങ്കിലും പറയാനുള്ളൊരു മനസ്സും ബോധ്യവും അമ്മയ്ക്കുണ്ട്. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കുകൾ എന്നിൽ നിറവേറട്ടെ. ഇത് നമുക്കൊന്ന് പറയാനായിട്ട് സാധിച്ച, കർത്താവ് ഞാൻ തയ്യാറാണ്, ഞാനിനി എന്റെ നാവ് കൊണ്ടൊരു നുണ പറയില്ല, എന്റെ നാവിൽ നിന്ന് മോശമായൊരു സംസാരം പോവില്ല, നിനക്കിഷ്ടമില്ലാത്തൊരു വാക്ക് എന്നിൽ നിന്ന് പുറപ്പെടില്ല,
ഞാൻ അളന്നു തൂക്കി മാത്രമേ എൻ്റെ നാവിനെ ഉപയോഗിക്കുകയുള്ളൂ. അപ്പൊ കർത്താവിന് അപ്പൊ നമ്മൾ ഉപയോഗിക്കാനായിട്ട് സാധിക്കും, നമ്മളെ ഒരു അനുഗ്രഹമാക്കി മാറ്റാനായിട്ട് സാധിക്കും. തൽക്കാലത്തേക്കൊന്ന് ക്ഷമിച്ച, കുറച്ചു നാളത്തേക്ക് ഒരു വിട്ടുവീഴ്ചകൾ ചെയ്താ നിന്റെ കുടുംബത്തിൽ നിന്ന് തള്ളപ്പെടുന്നുണ്ടെങ്കിൽ നീ ആ കുടുംബത്തിൽ ഒരു അനുഗ്രഹമായിരിക്കും. നിന്റെ ജീവിത പങ്കാളിയുടെ മുമ്പിൽ നിനക്കൊരു വിലയില്ലെങ്കിൽ ഈ ജീവിത പങ്കാളി നിനക്ക് വില തരുന്ന ഒരു ദിവസം നിന്റെ മുമ്പിൽ ഉണ്ടാകും. നിന്നെ തള്ളിപ്പറഞ്ഞ നാട്ടുകാർ നിനക്ക് വില വരും, നിന്നെ തള്ളിപ്പറഞ്ഞ വീട്ടുകാർ നിനക്ക് വില വരും. എല്ലായിടത്തും ഒറ്റപ്പെടുത്തിയവരും കുറ്റപ്പെടുത്തിയവരും ഒക്കെ നിന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്ന ഒരു ദിവസം കർത്താവ് നിനക്ക് തരും. അങ്ങനെ കിട്ടാത്തതിന്റെ കാരണം നമ്മൾ ഓരോരുത്തരുമാണ്. അതിനുവേണ്ടി ആ ഒരു സമയത്തേക്കൊന്നും പലപ്പോഴും നമ്മൾ എത്താനായിട്ട് സാധിക്കുന്നില്ല. അതിനു മുമ്പേ നമ്മുടെയൊക്കെ കൃപ പലപ്പോഴും നഷ്ടപ്പെട്ടു പോകുന്നു. നിറയുന്ന കൃപകൾ പല വഴിക്ക് നമ്മൾ തന്നെ ചോർത്തിക്കളയാണ്. പ്രിയപ്പെട്ടവർ, ഈ നിമിഷമെങ്കിലും നമുക്കൊരു തീരുമാനം എടുക്കാം. നമ്മൾ ഒരു നിമിഷം നമുക്ക് കണ്ണുകൾ അടയ്ക്കാം, ഹൃദയത്തോട് കരങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. എൻ്റെ കഴിഞ്ഞ കാല ജീവിതത്തിൽ ഞാൻ അറിഞ്ഞോ അറിയാതെയോ എൻ്റെ നാവിനെ എൻ്റെ കർത്താവിന് ഇഷ്ടമല്ലാത്ത രീതിയിൽ ഞാൻ ഒത്തിരിയേറെ ഉപയോഗിച്ചിട്ടുണ്ട് കർത്താവ്. പലപ്പോഴും എൻ്റെ നിസ്സഹായത കൊണ്ട് ഞാൻ ചെയ്തു പോയിട്ടുള്ളതാണ് കർത്താവെ, ഇത് ഇത്ര വലിയ തെറ്റായിരുന്നു എന്ന് എനിക്കറിയില്ല. എൻ്റെ നാവിലൂടെ പോയ വാക്കുകളിലൂടെയാണ് പിശാച് എന്നെ അടിമപ്പെടുത്തിയത് കർത്താവ്. ആ ഒരു ബന്ധനാവസ്ഥയിൽ എന്നിൽ നിന്ന് പുറപ്പെട്ട പിഴകളിലൂടെ പിശാച് എന്നെ അടിമപ്പെടുത്തിയപ്പോൾ ആ ഒരു ബന്ധനത്തിലൂടെ മുഴുവൻ ഞാൻ നടന്നപ്പോഴും കർത്താവ് കരുണ കാണിച്ചത് നീയാണ് കർത്താവ്. അവിടെ നിന്ന് നിന്റെ കുരിശു മരണമാണ് കർത്താവ്, പരിശുദ്ധ ബലിയാണ് കർത്താവ് എന്നെ രക്ഷിച്ചത്. ഇനി ഒരിക്കൽ കൂടി ഞാൻ പിശാചിന്റെ അടിമയായി നിന്നെ വേദനിപ്പിക്കാൻ ഞാൻ ഇടവരില്ല കർത്താവ്. പരിപൂർണമായിട്ടും ഞാനും എൻ്റെ കുടുംബവും നിന്റേത് മാത്രമാണ്. ഞങ്ങൾ ഉപയോഗിക്കുന്ന വാക്കുകൾ നിനക്ക് ഇഷ്ടമുള്ളത് മാത്രമായിരിക്കും, ഞങ്ങളുടെ പ്രവൃത്തികൾ നിനക്ക് ഇഷ്ടമുള്ളത് മാത്രമായിരിക്കും. പ്രിയപ്പെട്ടവരെ, പരിപൂർണമായിട്ടും നമ്മുടെ കുടുംബങ്ങളെ എല്ലാം കർത്താവിന്റെ സന്നിധിയിലേക്ക് നിമിഷം സമർപ്പിച്ചുകൊണ്ട് കുടുംബങ്ങളിലേക്ക് കർത്താവിന്റെ കൃപ കടന്നു വരാൻ ഏതെങ്കിലും മേഖലകൾ പിശാച് ബന്ധിച്ചിട്ടിരിക്കുമെങ്കിൽ ആ മേഖലകളെല്ലാം കർത്താവിന്റെ ശക്തി കടന്നു വന്നൊന്ന് തുറന്നു തരാൻ വേണ്ടി നമ്മുടെ തടസ്സപ്പെട്ട എല്ലാ മേഖലകളും, ജോലിയുടെ മേഖലകൾ കർത്താവ് ഈ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരാൻ വേണ്ടി, ജോലിയുടെ മേഖലകൾ ഏതെങ്കിലും മേഖലകൾ സാത്താൻ ബന്ധിച്ചിട്ടുണ്ടെങ്കിൽ ആ മേഖലകളിലൊക്കെ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇറങ്ങി വരാൻ വേണ്ടി, രോഗാവസ്ഥകളായിരിക്കുന്നവരിലേക്ക് ഈ നിമിഷം പരിശുദ്ധാത്മാവിന്റെ ശക്തി കടന്നു വരാൻ വേണ്ടി, തളർന്നുപോയ ജീവിതങ്ങളിലേക്ക്, തകർന്ന ദാമ്പത്യ ബന്ധങ്ങളിലേക്ക്, മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള ബന്ധങ്ങളിലേക്കെല്ലാം ഈ നിമിഷം പരിശുദ്ധാത്മാവിന്റെ ശക്തി കടന്നു വരാൻ വേണ്ടി നമുക്ക് ഒന്ന് ചേർന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിനോട് നമുക്ക് ഒന്ന് ചേർന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ യേശുവേ, കടന്നു വരണമേ, ഞങ്ങളുടെ ഓരോരുത്തരെയും ജീവിതങ്ങളിലേക്ക് കടന്നു വരണമേ കർത്താവ്. ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് നീ കടന്നു വരണമേ. ഞങ്ങളുടെ ഹൃദയങ്ങൾ ഈ നിമിഷം നീ തുറക്കണമേ കർത്താവ്. നിന്റെ തിരുവചനത്തിന്റെ ശക്തി നിറയ്ക്കണമേ കർത്താവ്. വലിയൊരു വചനത്തിന്റെ അഭിഷേകം ഈ കൂട്ടായ്മയിലേക്ക് ഇറങ്ങി വരട്ടെ കർത്താവ്. ഈ നിമിഷം പന്തക്കുസ്തയിലുണ്ടായ അനുഭവം ഈ നിമിഷം കൂട്ടായ്മയിലുണ്ടാകട്ടെ കർത്താവ്. നിന്റെ കരുണ പരിശുദ്ധമയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. മാതാപിതാക്കളോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. തിരുസഭയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സഹിയോൻ ഊട്ടുശാലയിൽ തീനാളങ്ങളായി എഴുന്നള്ളി വന്ന പരിശുദ്ധാത്മാവ് ഈ കൂട്ടായ്മയിലേക്ക് ഈ നിമിഷം എഴുന്നള്ളി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, നിന്റെ ശക്തി കടന്നു വരണമേ കർത്താവേ. ഞങ്ങൾ ഓരോരുത്തരെയും തകർന്നു കിടക്കുന്ന മേഖലകളിലേക്ക് നിന്റെ ശക്തി കടന്നു വരട്ടെ കർത്താവേ. ഏതെങ്കിലും മേഖല സാത്താൻ ബന്ധിച്ചിട്ടിരിക്കുന്ന ആ മേഖലകളിലേക്ക് പരിശുദ്ധാത്മ ശക്തി കടന്നു വരട്ടെ കർത്താവേ. പരിശുദ്ധാത്മാവിന്റെ ചൈതന്യത്തെ ഞങ്ങൾ ഉജ്ജ്വലിക്കട്ടെ കർത്താവേ. ഞങ്ങളുടെ കുടുംബ ബന്ധങ്ങൾ ദൃഢമാകട്ടെ കർത്താവേ. ഞങ്ങളെ കുറിച്ചുള്ള നിന്റെ പദ്ധതികൾ പൂർത്തിയാകട്ടെ കർത്താവേ. അതിന് യോഗ്യമാകത്തക്ക വിധം ഞങ്ങളുടെ നാവിനെ വിശുദ്ധീകരിക്കണേ കർത്താവേ. ഈ നിമിഷം നാവിന്റെ കെട്ടഴിയട്ടെ കർത്താവേ. കർത്താവ്, ഞങ്ങളുടെ നാവുകൾ സ്വതന്ത്രമാക്കട്ടെ കർത്താവേ. നിന്റെ സങ്കീർത്തനങ്ങൾ ആലപിക്കും, നിന്റെ വചനം പ്രഘോഷിക്കാൻ കർത്താവേ ഓരോ മക്കളെയും നീ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ എല്ലാ ശുശ്രൂഷകളെയും, നമ്മൾ കേട്ട വചനത്തെയും, നമ്മളെ ഓരോരുത്തരെയും, നമ്മുടെ കുടുംബങ്ങളെയെല്ലാം പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിച്ചുകൊണ്ട് അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട അവനെ ഹൃദയത്തിന്